أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കാട്ടിരി സൈദലവി സാഹിബ്, വേദിയിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും KMCCയുടെ ഭാരവാഹിയുമായ പ്രിയപ്പെട്ട മാതാപ്പുഴ മുഹമ്മദ് കുട്ടി സാഹിബ്, അതുപോലെ വേദിയിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ബക്കർ ചെർണൂർ, അതുപോലെ പ്രിയങ്കരനായ സുഹൃത്ത് ഷവാദ്, അതുപോലെ വേദിയിലിരിക്കുന്ന ആദരണീയരായ മൊയ്തീൻ കോയ ഹാജി സാഹിബ്, അതുപോലെ ഈ ചടങ്ങിൻ്റെ സംഘാടകരായ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട നബീൽ, അതുപോലെ പ്രിയപ്പെട്ട മുഹമ്മദ് കോയ സാഹിബ് സിംഗ്, പ്രിയപ്പെട്ട സുഹൃത്ത് നവാസ്, ഈ മഹത്തായ ചടങ്ങ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായ അംഗങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ ഈ പ്രദേശത്തെ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ എത്തിപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അല്ലാഹുവെ സ്തുതിക്കുന്നു. ഇതിൻ്റെ സംഘാടകരോടുള്ള കൃതജ്ഞതയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്ത് ശ്രദ്ധേയമായ നിലപാടുകൾ വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രാജ്യം അതിഭയാനകമായ ഒരു ഭവിഷ്യത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യങ്ങളാണ് നിയമനിർമ്മാണ സഭകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. രാജ്യത്തിൻ്റെ ഭരണകൂടം ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ പ്രതിഫലനം ഓരോ വീട്ടിലും ഓരോ വ്യക്തിയിലും ഉണ്ടാകും എന്നതിൻ്റെ തെളിവാണ് ഇന്നലെ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ട് സംബന്ധിച്ച തീരുമാനം വന്നപ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചത്. അവിടെ സ്വിച്ച് ഇട്ടാൽ ഇവിടെ കത്തും, അവിടെ ഓഫാക്കിയാൽ ഇവിടെ ഓഫാകും എന്നുള്ളത് ആളുകൾക്ക് ബോധ്യമായി. ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിലും ഇതുപോലെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ അതിനെ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് വിശ്വാസിയടക്കം. അവന്റെ വിവാഹമോചനം, സ്വത്തവകാശം, അവന്റെ ജനാസ മറവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തീരുമാനം വന്നാൽ ആ തീരുമാനം നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഇന്നലെ ഇത് സംബന്ധമായ തീരുമാനം വന്നപ്പോഴൊക്കെ ആളുകൾ അങ്കലാപ്പിലാണ്. ചില ആളുകൾക്കൊന്നും ഉറക്കില്ല. ചിലർ ടി വിക്ക് മുമ്പിലിരുന്ന്, ഞാൻ എൻ്റെ അടുത്തറിയുന്ന ഒരു ചെറുപ്പക്കാരൻ ടി വിക്ക് മുന്നിലിരുന്ന് ഇങ്ങനെ വാർത്ത കാണണം, അമേരിക്കയിൽ എന്ത് സംഭവിച്ചു എന്ന്. അപ്പോൾ അവിടെ ട്രംപോ ഹിലരിയോ എന്നുള്ള ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ എൻ്റെ വാപ്പ പറയുന്നത് ഇവിടെ 500 1000 എന്നുള്ള ബേജാറിലാണ്. അപ്പോൾ ആ സമയത്ത് ചെന്ന് മര്യാദക്ക് ഒന്ന് ഓഫാക്കിക്കാം. എന്താണ് ആശങ്ക? ഓരോരുത്തരെ വിളിക്കുകയാണ്. പാതിരാവിലൊക്കെ വല്ല ഭൂമി കുലുക്കുണ്ടായതുപോലെയാണ് ആളുകൾ പുറത്തിറങ്ങിയിട്ട് എൻ്റെ 500 ഞാൻ എന്താ കാട്ടുക, എൻ്റെ 1000 കൊണ്ട് എന്താ കാട്ടുക. മനുഷ്യന്മാരാകെ ഒരു അങ്കലാപ്പിൽ. ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണത്? രാജ്യത്തിൻ്റെ ഭരണകൂടം എടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് ആളുകളെ ബാധിക്കും. അത് ഡീസൽ നിന്നാൽ ഒരല്പം കൂട്ടും, അത് ഡീസൽ നിന്നാൽ പെട്രോൾ നിന്നാൽ അതൊക്കെ ബോധ്യമാണ്. ഞാനിപ്പം കൊണ്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെറുതായി കഴിക്കാൻ വേണ്ടി കയറിയ ഒരു ഹോട്ടലിൽ അയാൾ ആദ്യം തന്നെ എന്നോട് തിരിച്ചു ചോദിക്കുന്നത് 500 ആണോ എന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് ഇന്നത്തെ ഒരു സാഹചര്യമാണ്. ഇന്ന് സകല സംവിധാനങ്ങളും ഒന്ന് നിശ്ചലമായിരിക്കുകയാണ്.
ഗവൺമെന്റിന് അതിലുദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ നല്ല വശങ്ങൾ നാട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്ന വിഷയം അതല്ല. മുസ്ലിം ലീഗിന്റെ ഈ നയവിശദീകരണ പൊതുയോഗ വേദികളെന്ന് ഞാൻ പറയുന്നത് ഭരണകൂടം എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ നാട്ടുകാർ ബാധ്യസ്ഥരാണ്, പ്രജകൾ ബാധ്യസ്ഥരാണ്. അതാണ് ജനാധിപത്യം. അങ്ങനെയുള്ള നാട്ടിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ അത് വിശ്വാസിയെ ബാധിക്കും എന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്ന ചില ആളുകൾ. നമ്മൾ ഈ രാജ്യത്ത് വെച്ച് പുലർത്തുന്ന നിലപാടെന്താണ്? ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് നിയമനിർമ്മാണ സഭകളിൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ ഈ സമയത്ത് മഹത്തരാണ്. ഇവിടെ ഈ ലീഗിന്റെ ഈ പൊതുയോഗത്തിലാണ് ഇതൊക്കെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുക. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ കഴിയണമെന്നില്ല. അവർ രാജ്യത്തിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞാൻ പറയുന്നു, ലീഗും ലീഗല്ലാത്തവരുമായി ഇവിടെ വിശ്വാസികൾ ധാരാളം ഉണ്ടാകും ഈ മാതാപ്പുഴയിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നിയമനിർമ്മാണ സഭകളിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്. കേരള സംസ്ഥാനവും കേരളേതര സംസ്ഥാനവും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം, എന്നാൽ ഒരു വലിയ മാറ്റം ഞാൻ ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന് അനുഭവിച്ചത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഗൂഡല്ലൂരിലേക്ക് കടന്നു പോകുമ്പോൾ തമിഴ്നാടിന്റെ ബോർഡിലെത്തിയപ്പോൾ അവിടെയുള്ള മസ്ജിദുകളുടെ മുമ്പിൽ ഒരു ബോർഡുണ്ട്. അതിതാണ്, ആ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത്, ഈ പള്ളിയുടെ പരിസരത്ത് ബലിയറുക്കുന്നു എന്നറിഞ്ഞാൽ താഴെ നമ്പറിൽ വിളിച്ചറിയിക്കുക ശിവസേന. ഈ പള്ളിയുടെ പരിസരത്ത് ബലിയറുക്കുന്നു എന്നറിഞ്ഞാൽ താഴെ നമ്പറിൽ വിളിച്ചറിയിക്കുക ശിവസേന. എന്നാൽ ആ ചുരം ഇറങ്ങി വന്നാൽ, കേരളത്തിന്റെ അതിർത്തിയിൽ വന്നാൽ, ഒരു നമസ്കാര പള്ളിയുടെ മുമ്പിൽ കാണുന്ന ഒരു ബോർഡ്, കേരളത്തിന്റെ ബോർഡ് കടന്നെത്തുമ്പോൾ അവിടെ ഒരു ബോർഡ് കാണാം പള്ളിക്ക് മുമ്പിൽ, ഉളുഹിയത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ നമ്പറിൽ ബന്ധപ്പെടുക മഹല്ല് സെക്രട്ടറി. അതാണ് ഈ വ്യത്യാസം. അതാണ് ഈ വ്യത്യാസം. എന്താണ് കേരളത്തിൽ ഈ വ്യത്യാസമുണ്ടായത്? കേരളത്തിലെ ഹൈന്ദവരടക്കമുള്ള ബഹുസ്വര സമൂഹത്തെ ലീഗ് ബോധ്യപ്പെടുത്തിയ ഒരു വസ്തുതയുണ്ട്. അതെന്താ? പെരുമാറ്റം നന്നാക്കി നമ്മുടെ ആദർശത്തിലും ആശയത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ നമ്മൾ സഹോദര സമുദായാംഗങ്ങൾക്ക് നമ്മെക്കുറിച്ച് പരിചയപ്പെടുത്തി. നമ്മൾ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എന്ത് നിലപാടുകാരാണ്, നമ്മൾ പള്ളിയുടെ കാര്യത്തിൽ എന്ത് നിലപാടുകാരാണ്, നമ്മൾ ഈ രാജ്യത്ത് വെച്ച് പുലർത്തുന്ന നിലപാട് എന്താണ് എന്നവർ മനസ്സിലാക്കി. നമ്മൾ ജനാധിപത്യത്തെ മാനിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സഭയിൽ പോകണം, തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ സഭയിൽ പോകണം, തോറ്റാൽ വീട്ടിൽ പോകണം എന്ന രാഷ്ട്രീയത്തിന്റെ അതബ് പാലിക്കുന്നവരാണ് നമ്മൾ. പിന്നെ അവിടെ രണ്ടാമിന്ന വർത്തമാനില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSF ജയിച്ചപ്പോ ഒരു തവണ SFI കേസ് കൊടുത്തു. ഇവിടെ MSF തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തവണ. ആ കേസിന്റെ വിധിയിൽ അവർ പറഞ്ഞത് ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം കിട്ടുന്നവർ ജയിക്കും എന്നുള്ളതാണ്. അതിന് വേറെ വർത്തമാനമില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് താനൂരിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ലീഗ് സ്ഥിരമായി ജയിച്ചു വരുന്ന പല സ്ഥലങ്ങളിലും ലീഗ് തോറ്റ അനുഭവങ്ങളുണ്ട്. കിട്ടാത്ത സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല ചർച്ച. ഞങ്ങളുടെ എതിരാളികൾ ഞങ്ങൾ തോറ്റ സ്ഥലത്തെ ചൂണ്ടിക്കാണിച്ചു. എന്നാലും 35 കൊല്ലം കഴിഞ്ഞ താനൂരല്ലേ, അതൊരു മണ്ഡലം. എന്നാ 35-40 കൊല്ലമുള്ള ബംഗാൾ കൊലായിട്ട് ഇടിഞ്ഞ് അതിലൊരു ബേജാറുമില്ല. മുഖ്യമന്ത്രി തോറ്റ്, മന്ത്രിമാര് തോറ്റ്, വേണ്ടപ്പെട്ട സകല സാധ്യമാരും തോറ്റിട്ടുണ്ട്. അതേക്കുറിച്ച് യാതൊരു ചർച്ചയുമില്ല. വിഷയം എന്താണ്? ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജനാധിപത്യത്തെ മാനിച്ചു നീങ്ങുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ റിസൾട്ട് എന്താണോ അത് നമ്മൾ അംഗീകരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിയായിട്ട് കൈ കൊടുക്കുമ്പോൾ അച്യുതാനന്ദൻ കൈ പിറകോട്ട് വലിക്കാൻ. എന്നാൽ KT ജലീൽ കുഞ്ഞാലിക്കുട്ടിയെ മന്ത്രിയായിട്ട് അഭിവാദ്യം ചെയ്യാൻ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങോട്ട് ചെന്ന് കൈ കൊടുക്കുന്ന രംഗം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു, ജനാധിപത്യത്തിൽ വന്ന ഈ പ്രക്രിയയെ ഞങ്ങൾ മാനിക്കുന്നു, ഒരു മാന്യമായ പ്രതിപക്ഷമായി ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകുന്ന.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും ഇറങ്ങിപ്പോക്ക് പ്രതീക്ഷിക്കുന്ന പല ചർച്ചകളിലും ഐക്യ ജനാധിപത്യ മുന്നണി പറയുന്നത് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നില്ല, ഇതിൽ ചർച്ച ആവശ്യമാണ്. ഓരോ വിഷയത്തിലും രാജ്യത്തെ നാറുന്ന നീറുന്ന വിഷയങ്ങളിലൊക്കെ നമ്മൾ എടുക്കുന്നൊരു നിലപാടാണ്. ആ സഹിഷ്ണുത CPM കാണിക്കുന്നുണ്ടോ? ആ സഹിഷ്ണുത BJP കാണിക്കുന്നുണ്ടോ? അവർ ഒരേ തൂവൽ പക്ഷികളാണ്. അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ നിഷ്കാസിതരാക്കാം, ഉന്മൂലനം ചെയ്യാം, ഒരു ഹിഡൻ അജണ്ടയാണ് ആ കാര്യത്തിൽ. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ കോട്ടക്കൊത്തളങ്ങളിൽ മര്യാദക്കാരായി പോക്കിരിമാരായില്ല. അതുകൊണ്ട് തോറ്റുകൊടുക്കേണ്ടി വന്നു താനൂരിൽ. പല സ്ഥലങ്ങളിലും നമുക്ക് തോൽവി സംഭവിച്ചത് വഴിവിട്ട മാർഗം നമ്മൾ സ്വീകരിച്ചില്ല. എന്നാലോ ജയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അരി കൊടുത്ത മണ്ണ താനൂർ. പക്ഷെ ജയിച്ചതിന് ശേഷം സാധാരണ അരി കിട്ടുന്ന റേഷൻ ഷാപ്പിൽ പോലും അരി ഇല്ലാതായി എന്നുള്ളത് അവസ്ഥ. ചെന്റും കുപ്പിയൊക്കെ ആയിട്ടല്ലേ മണ്ണെണ്ണക്ക് പോണ്. LDF വരും, എല്ലാം ശരിയാകും എന്നാ പറഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അച്യുതാനന്ദന്റെ ഒരു ചിത്രമുണ്ട്. നിങ്ങളുടെ ഈ തൊട്ടപ്പുറത്ത് അങ്ങാടിയുടെ ആ സൈഡിൽ ഒരു ടേണിങ്. മാറി ചിന്തിക്കൂ, മാറ്റം സൃഷ്ടിക്കാം എന്നാണ് അച്യുതാനന്ദൻ. അയാളെ റൂമൊന്നും മാറ്റി ഒരു ബംഗാളിക്ക് ഒരു മാസം കൊടുക്കൂല. സാധാരണ ഒരു ബംഗാളിനോട് പറയും ഭരണം ഒന്നാം മാറിയാൽ മതി. ഈ സാധു ഫിഡൽ കാസ്ട്രോ ആണ് ക്യൂബയുടെ പ്രസിഡന്റാണ്. ക്യൂബയുടെ പ്രസിഡന്റൊക്കെ പോട്ടെ, ഒരു ബംഗാളിലെ പണിക്കാരനായിട്ടെങ്കിലും ഒന്ന് പരിഗണിച്ചിട്ട് അയാൾക്ക് സ്വന്തം റൂമില് ഇതാ സാധു തലയണയും വായെടുത്തിട്ട് ഒരു കിടക്കപ്പുറത്തില്ലാതെ നടക്കാൻ തുടങ്ങിയ ദിവസത്തായി. അയാള് കൈ ഉയർത്തി പറയുന്നു മാറി ചിന്തിക്കൂ, മാറ്റം സൃഷ്ടിക്കാം. മൂപ്പർക്ക് വലിയ മാറ്റം സംഭവിച്ചത്. മൂപ്പര് ദിവസേന മാറിക്കൊണ്ടിരിക്കുക. റൂം മാറുകയാണ്, പേര മാറുകയാണ്. കിടക്കാൻ സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ അന്തസ് വേറെന്താണ്? എവിടെങ്കിലും ഒന്ന് ഇരുത്തണ്ടേ? പലരും മാറി ചിന്തിച്ചു. വിചാരിച്ച പോലെയല്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ നയപരമായിരിക്കണം. ഭരണം കണ്ട് വരുമ്പോ അതിന്റെ ആഹ്ലാദത്തിൽ ലീഗുകാർക്കൊന്നും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. കണ്ടില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ? അതുവരെ ചെങ്കൊടി പിടിക്കാത്തവനും കൂടി വരും. ആ ജാഥന്റെ പിന്നിൽ എല്ലാവരും ഉണ്ടാവും, പാർട്ടിയില്ലാത്തവരുണ്ടാവും. പണ്ട് രാജവമ്പാല കടിച്ചിട്ടും മരിച്ചിട്ടും മയ്യത്ത് കൊണ്ടുപോകുമ്പോഴത്രേ ഞാനൂല് പറഞ്ഞത് ഞങ്ങളെ ടീമിനേറ്റ് കളിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറെ രാഷ്ട്രീയമില്ലാത്ത അങ്ങാടിയിലെ കുറെ ആൾക്കാരും അതിന്റെ പിന്നാലെ പോകും. എന്നിട്ട് അവരും പറയും ഇത് തെറ്റില്ലേ, നമ്മൾ ജയിച്ചില്ലേ, അപ്പൊ നമ്മളാണ്. എന്നാ ഇപ്പൊ ഓരോരുത്തരും കണ്ടില്ലേ, KSRTCയിൽ ഡീസലില്ല, റേഷൻ ഷാപ്പിൽ മണ്ണെണ്ണയില്ല, ഓരോന്നും ഇല്ല എന്നായിക്കൊണ്ടിരിക്കുമ്പോ ഈ ഭരണം വരാൻ വേണ്ടി യാസിനോദിയ ആളുകൾ സത്തമോദമെന്ന് ഞങ്ങളെ പറയുന്നില്ലേ, ഒരു അഴുതെങ്കിലും ഓതേണ്ട സമയമാണ്. ഈ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നു. പല കാര്യങ്ങൾ അവതാളത്തിലായിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ വിഷയങ്ങളല്ല. കുറ്റവാളികളെ മുഴുവൻ ജയില് തുറന്നു വിടുന്നു. രാജ്യത്ത് അരാജകത്വം വർദ്ധിക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ നിലവിലുള്ളതിന്റെ പുറമെ ഓരോ നാട്ടിലും ക്ലബ്ബുകൾ രൂപാന്തരപ്പെട്ട് അവിടെ നിന്ന് ആളുകളെ ചോദ്യം ചെയ്ത് മഹല്ല് കാരണവന്മാരോട് മോശമായി പെരുമാറി ചോദിക്കാനും പറയാനും ആളില്ലാത്ത കോലത്തിൽ നാട്ടിലെ ആളുകളെ വെല്ലുവിളിച്ചു നീങ്ങാൻ. അങ്ങനെ കൊട്ടേഷൻ സംഘം എന്ന് പറഞ്ഞൊരു ടീമിനെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഉമ്മയും അങ്ങനെ ഒരു മക്കളെ പെറ്റിട്ടില്ല. അതങ്ങനെ ആയി മാറുന്നതാണ്. അരാജകത്വം വളരണം. അതിനു വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണക്കി വന്നിട്ടുണ്ട്. ഇപ്പൊ ഭരണം വന്നതുപോലെയല്ല ഈ 4 മാസം കൊണ്ടുള്ള അനുഭവം. അതിന്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഷാപ്പിലേക്ക് ഇറങ്ങി പോകുമ്പോഴേ ഓന്റെ പെണ്ണുങ്ങൾ പറഞ്ഞ് ഈ പോക്ക് നല്ല പോക്കല്ല. മൂപ്പര് പറഞ്ഞു പോക്കിനൊന്നും കുഴപ്പമില്ല, വരവാണ് കുഴപ്പമെന്നാണ്. അതുപോലെ ആ ജയിക്കണ നേരത്തൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്നറിയോ, ലീഗ് തോൽക്കല്ലേ, കാണാൻ ഭയങ്കര രസമല്ലേ. പല സ്ഥലത്തും ചെന്നിട്ട് മുസ്ലിം ലീഗിനെതിരെ ഇനി പറയാത്ത വാക്കുകളില്ല. ഞങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ മര്യാദയൊന്നല്ല, വഴിവിട്ട മാർഗം സ്വീകരിച്ചു. എന്നാൽ ഇപ്പൊ കണ്ടോ, എല്ലാവർക്കും ദോഷമായ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ദോഷമായ വിശ്വാസിക്ക് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ദോഷമായി വരുന്ന കാര്യങ്ങൾ വന്നിരിക്കുന്നു. അപ്പുറത്ത് നരേന്ദ്രമോദി ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ തിരിച്ചുവിടുന്ന പണിയിലാണ് കേരളത്തിൽ CPM ചെയ്യുന്നത്. നരേന്ദ്രമോദി സീറ്റിലിരിക്കാൻ നേരമില്ല.
മൂപ്പര് നാടൊന്നാകെ കറങ്ങാൻ. പിണറായി അവിടെ തന്നെ ഇരിക്കുകയാണ്, എവിടേക്കും പോണില്ല. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ ഇവർ രണ്ടു കൂട്ടരും ചെയ്യുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്കും ജനകീയ വിഷയത്തിൽ മാത്രമല്ല, നാടിന്റെ പൊതു നന്മക്ക് നല്ല സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ വാദഗതികൾ വരുന്നു. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏക സിവിൽ കോഡ് വന്നാൽ ആർക്കാ ഛേദം? ഇത് ഏതെങ്കിലും വസ്ത്രത്തിന്റെ ബാർകോഡല്ല ഏക സിവിൽ കോഡ്. ഏക സിവിൽ കോഡ് രാജ്യത്ത് നിയമമായി വരുമ്പോ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്നറിയോ? രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. ലോക്സഭയിൽ പാസ്സാക്കുന്ന പലതും രാജ്യസഭയിൽ എത്തുമ്പോൾ സിക്സർ അടിച്ചുകൂടുകയാണ്. രാജ്യസഭയിൽ മതിയായ ഭൂരിപക്ഷമില്ല. അതുകൊണ്ടാണ് ഈ ഹൈറായ രീതിയിൽ ഇപ്പൊ ഇന്ത്യ നിൽക്കുന്നത്. എന്നാൽ രാജ്യസഭയിലേക്ക് ഭൂരിപക്ഷം വന്നുകൊണ്ടിരിക്കുന്നു. BJP തൊട്ട് താമക്കാനില്ലാത്ത സ്ഥലത്തൊക്കെ അവരിതാ തല ഉയർത്തി വരുന്നു, താമര വിരിയുന്നു. കേരളത്തിൽ ഒരു രാജഗോപാൽ വന്നു. തീരെ ജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ച കാശ്മീരിൽ മുസ്ലിങ്ങളാണ് അധികവും. നാഷണൽ കോൺഫറൻസാണ് ഇത്രയും കാലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടക്കാലത്തുണ്ടായിരുന്നു. ഒരു കാര്യം, മുസ്ലിം മുഖ്യമന്ത്രി അല്ലാതെ കാശ്മീരിൽ വന്നിട്ടില്ല. ഇപ്പൊ മെഹബൂബ മുഫ്തിയാണ്. BJP കാര്യമായി ചിന്തിച്ചു. 10 സീറ്റുണ്ടെങ്കിൽ 5 സ്ഥലത്ത് BJPയും 5 സ്ഥലത്ത് നാഷണൽ കോൺഫറൻസും മത്സരിക്കുക. അവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണ, ഇവിടെ ഞങ്ങൾക്ക് നിങ്ങളുടെയും പിന്തുണ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നടത്തി. ഇതിന്റെ ഫലമായി തീരെ പ്രതീക്ഷയില്ലാത്ത കാശ്മീരിൽ BJPക്ക് MLA-മാരുണ്ടായി. ഇതിന്റെ പ്രാതിനിധ്യമാണ്, MP-മാരുണ്ടായി. ഇതിന്റെ പ്രാതിനിധ്യമാണ് ഇനി രാജ്യസഭയിൽ വരാൻ പോകുന്നത്. അപ്പൊ ഈ മാനാളം കൊഞ്ചലൊക്കെ മാറും. ആലോചിക്കണം, താനൂർ കേരള മുസൽമാൻ ആദ്യമായി ദർസ് നടത്തിയ സ്ഥലങ്ങളിൽ ഒരു നാടാണ്. അവിടെ 10 താമരയാണ് നഗരസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിരിഞ്ഞത്. ആ 10 സ്ഥലത്തും അബ്ദുറഹിമാനാണ് ലീഡ് ചെയ്തത്. അബ്ദുറഹിമാൻ രണ്ടത്താണിയല്ല. കാസർകോട്ട് മഞ്ചേശ്വരത്ത് അബ്ദുൾ റസാഖ് എന്ന റദ്ദുച്ച മത്സരിച്ച ആ മണ്ഡലത്തിൽ ഞാൻ നേരിട്ട് പോയി അനുഭവിച്ച പ്രദേശങ്ങൾ, ആലമ്പാടി പോലത്തെ പ്രദേശം, 247 അമുസ്ലിങ്ങളെ ആ വാർഡിലുള്ളൂ. ഞാൻ പറയുന്ന അക്കം നിങ്ങൾ മനസ്സിൽ ഓർമ്മ വേണം. 247 അമുസ്ലിങ്ങൾ, ഹൈന്ദവ വോട്ട്. അത് കോൺഗ്രസ് ആവാം, BJP ആവാം, മാർക്സിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പാർട്ടി ഇല്ലാത്തവരാവാം. പക്ഷേ അബ്ദുൾ റസാഖ് എന്ന റദ്ദുച്ചക്കെതിരെ മത്സരിച്ച സുരേന്ദ്രന്റെ താമര ചിഹ്നത്തിൽ 416 വോട്ട് വന്നിരിക്കുന്നു. ഇതിന് BJP-ക്കാരെങ്കിലും ചെയ്തോ, കോൺഗ്രസിന് ചെയ്തോ, CPM ചെയ്തോ, എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്താൽ തന്നെ ഇത്ര കിട്ടാൻ പാടില്ല. ആകെ 247 ആളെ ഉള്ളൂ അവിടെ. പക്ഷെ 416 താമരക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ സ്വസമുദായത്തിൽ നിന്ന് സ്വതക്കയായും സക്കാത്തായും കിട്ടി എന്ന് ഉറപ്പാണ്. ഇതിൽ നിന്ന് നമ്മളെന്ത് മനസ്സിലാക്കണം? എല്ലാവരും കൂടി ഒന്നാണ്ട് ആലോചിച്ചാൽ ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. മഞ്ചേരിയിൽ വരും, മലപ്പുറത്ത് വരും, പൊന്നാനി വരും. നമുക്ക് സ്വഭാവം ഇപ്പൊ ആരും ഒന്നിക്കണ്ട, നമുക്കൊക്കെ ഒന്നിക്കേണ്ടി വരും. കൂട്ടക്കരച്ചിൽ എന്നൊരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ ഒന്നിക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് കാത്തിരുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ളൊരു മണ്ഡലമുണ്ട് ഇന്ത്യ രാജ്യത്ത്, ലക്ഷദ്വീപ്. ഒരൊറ്റ അമുസ്ലിമില്ല, ഒറ്റ അമുസ്ലിമില്ല. ഇവിടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു മഹാനാണ് PM സയ്യിദ്. ഈ ചേളാരിയിൽ സമസ്ത സമ്മേളനത്തിൽ അദ്ദേഹം വന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം സാധുതം ശ്രദ്ധിച്ചതും ആ വരികളും ഇന്നും ഓർക്കുകയാണ്. നല്ലൊരു ദീനിയായ PM സയ്യിദ് തഹജ്ജുദ് നിസ്കരിക്കാൻ പേഴ്സണൽ സ്റ്റാഫിനോട് ഇശാറത്താക്കണം എന്ന് നേരത്തെ പറഞ്ഞു വെക്കുന്ന മഹാനാണ്. വഇബാദുർ റഹ്മാനി അല്ലദീന യംശൂന അലൽ അർളി ഹൗന. അല്ലാഹുവിന്റെ അടിമകൾ അവന്റെ ഭൂമിയിൽ നടക്കുക നിസ്സാരക്കാരായ നിലയിലാണ്. എന്താ പറയാ, അദ്ദേഹം തുപ്പുമ്പോൾ ഇടത് ഭാഗത്തേക്ക് തുപ്പും. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപുകാര് എന്റെ വീട്ടിൽ വരാറുണ്ട്, ലക്ഷദ്വീപിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ PM സയ്യിദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂട്ടത്തിൽ എന്റെ ജീവചരിത്രത്തിൽ ഞാൻ കണ്ട അത്ര തത്വമയുള്ള ഇഖ്ലാസുറ്റ നല്ലൊരു ആബിദായ മനുഷ്യനാണ്. അദ്ദേഹം സ്ഥിരമായി ജയിച്ചു കയറുന്ന ലക്ഷദ്വീപിൽ
ഒരു തവണ മാറ്റം വേണം. ഈ പറഞ്ഞ പോലെ തന്നെ മാറ്റത്തിനൊരു വോട്ട് ചോദിച്ചു. അവിടുത്തെ മുസ്ലിങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം PM ചെയ്ത അത്രക്കും മഹാനാണ്. ആരുണ്ട് മത്സരിക്കാൻ? ആരും തയ്യാറായില്ല. പക്ഷേ അവിടെ പോയി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു. നമ്മുടെ മലയാളികളിൽ നിന്ന് ചില ആളുകൾ പോയി അതിൽ മുൻപന്തിയിൽ നിന്ന് അവിടെ പോയി പ്രസംഗിച്ച ആളെ ഉണ്ടാക്കി കൊടുത്തു. ആ ആൾക്ക് വേണ്ടി പ്രസംഗിക്കുകയും ചെയ്തു. സഖാവ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി. ഞാൻ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ സഖാവ് എന്ന് ചേർത്തത് ആക്ഷേപിക്കാനല്ല. ഞാൻ ഇവരൊക്കെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ മുമ്പേ സഖാവ് എന്ന് വിളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് ദേഷ്യം ഉണ്ടാവും. കാരണം അദ്ദേഹം മുള്ളൂർക്കര ബ്രാഞ്ച് കമ്മിറ്റി CPM-ന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്ന ആളാണ്. എത്രത്തോളം? അദ്ദേഹം ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിലിന്റെ വിളിയാളം കേട്ട് ഹജ്ജാജികളൊക്കെ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സമയത്താണ് പിണറായി വിജയൻ കേരളത്തിൽ ഒരു ജാഥ നടത്തുന്നത്. ആ ജാഥ നടക്കുന്ന സമയത്താണ് അദ്ദേഹം ഹജ്ജിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം വീട്ടുകാർ അദ്ദേഹത്തിന്റെ നമ്പറിൽ വിളിച്ചറിയിക്കുന്നത്. അതിന് അദ്ദേഹം തിരിച്ചയച്ചൊരു മെസ്സേജ് ഉണ്ട്. എന്താ മെസ്സേജ്? ഞാനിപ്പം പോകുന്നില്ല, ഞാൻ പിണറായിയുടെ ജാഥയിൽ പോകുമ്പോൾ എനിക്ക് മക്കത്തെത്തിയ അനുഭൂതി കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞ ബില്ലാളി വീരനാണ് ആ സഖാഫി. അയാൾ പോയിട്ട് ലക്ഷദ്വീപിൽ പോയി പ്രസംഗിച്ചു. ലക്ഷദ്വീപിൽ കീഴ്മേൽ മറിഞ്ഞു ഡോക്ടർ പൂക്കുഞ്ഞിക്കോയ എന്ന് പറയുന്ന ഒരാളെ LK അദ്വാനിയുടെ മുന്നണിയിലേക്ക് ജയിപ്പിച്ചു വിട്ടു. അള്ളാഹുവിനോട് നാളെ സമാധാനം പറയേണ്ടി വരും എന്നാണ് അവിടുത്തെ സമുദായത്തെ നോക്കി അദ്ദേഹം പ്രസംഗിച്ചത്. മൊബൈൽ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് സുലഭമാണ്, പരിശോധിക്കാൻ. ഞാൻ വസ്തുനിഷ്ഠമായി പറയുന്നു. ലക്ഷദ്വീപുകാരോട് നിങ്ങൾ കാര്യങ്ങൾ പോയി അന്വേഷിക്കണം. ഭയങ്കര മാറ്റം ഉണ്ടായി. ബേപ്പൂരിൽ നിന്ന് കപ്പലിൽ പോകുന്ന സഹോദരിമാരെ അവര് ഹിജാബ് ധരിച്ചാണ് ലക്ഷദ്വീപുകാർ യാത്ര ചെയ്യാറ്. പക്ഷേ ഇയാൾ LK അദ്വാനിയുടെ മുന്നണിയിലേക്ക് വന്നതിന്റെ ശേഷം ചെക്കിംഗ് ഒരല്പം കൂടിപ്പോയി. ചെക്കിംഗ് കുറച്ച് അതിര് കടന്നുപോയി. ഞാനതിവിടെ വിശദീകരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ ആ സമാജം തീരുമാനിച്ചു, മാഷാ അല്ലാഹ്, ഇനി ജന്മത്തിൽ ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ മണ്ണിൽ ഇല്ലാതിരിക്കട്ടെ. അവർ കൂട്ടുപ്രാർത്ഥന നടത്തേണ്ടി വന്നു. അതിന് ശേഷമാണ് അവിടെ ഹംദുള്ള സഈദ് എന്ന് പറയുന്ന PM സയ്യിദിന്റെ മകനെ ജയിപ്പിച്ചെടുത്തത്. മാത്രമല്ല, അന്ന് ഡോക്ടർ പൂക്കുഞ്ഞിക്കോയെ ജയിച്ച സമയത്ത് കോൺഗ്രസിനാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം. കോൺഗ്രസ് വെറുതെ ഇരുന്നില്ല. ജയിക്കാത്ത PM സയ്യിദിനെ കൊണ്ടുപോയി മന്ത്രിയാക്കി. ആ അദ്ദേഹത്തോട് പിന്നെ ഇവര് കാണിച്ച സമീപനം എന്താണ് വഫാത്താകുന്നത് വരെ എന്നുള്ളത് മാലോകരോട് നിങ്ങളൊന്ന് അന്വേഷിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മളൊന്നാണ്ട് സഹായിച്ചാൽ മതി, ഇതൊക്കെ കീഴ്മേൽ മറിയും, എല്ലാം കീഴ്മേൽ മറിയും. കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന് പെരുന്നാളുണ്ടായിരുന്നു. നമുക്ക് ബിരിയാണിയുടെ ഗന്ധം, അവർക്ക് വെടിമരുന്നിന്റെ ഗന്ധം. നമുക്ക് ഇവിടെ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം, അവർക്ക് വെടിയച്ചയുടെ കാതച്ച നിലക്കാത്ത ദിനരാത്രങ്ങൾ. അവിടുത്തെ ഈദ്ഗാഹിൽ പിഞ്ചോമല പൈതലിന്റെ രക്തം ഉറ്റി വീഴുന്നു. നമ്മൾ കോട്ടക്കുന്ന് പാർക്കിൽ പോയി കൈകൊട്ടി പാടുമ്പോ അവർക്ക് കൂട്ടമായിരുന്നൊന്ന് കരയാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? കാശ്മീരിൽ മുസ്ലിം മുഖ്യമന്ത്രി ഇല്ലാതെ പോയത് കൊണ്ടാണ്. എന്ത്? പട്ടാളക്കാർക്ക് സംശയമായി അവരെ. എന്നാൽ കേരളീയ പൊതുസമൂഹത്തിന് ബാഫത്തിത്തങ്ങൾ, പൂക്കോയത്തങ്ങൾ, കായികൾക്കാവും ഞങ്ങളുടെ പ്രിയപ്പെട്ട CH ഇവരൊക്കെ ചെയ്ത ഡ്യൂട്ടി എന്താണ്? ഞങ്ങൾ ചെയ്ത ഡ്യൂട്ടി എല്ലാവർക്കും വിശ്വാസത്തിലെടുക്കാവുന്ന കോലത്തിൽ ഞങ്ങൾ ഈ ബന്ധങ്ങൾ സുദൃഢമാക്കി. അവിടെയോ ഒരു തവണ BJP-യുടെ കൂടെ പോയാൽ പിറ്റത്തെ തവണ കോൺഗ്രസിന്റെ കൂടെ പോകും, പിന്നെ ജനതാ പാർട്ടിയുടെ കൂടെ പോകും. ആർക്കും വിശ്വാസമില്ലാത്തവരായി, കണ്ട വളക്കുംകാലിലേക്കൊക്കെ ഓടുന്ന ഈയാമ്പാറ്റകളായി മാറിയപ്പോ ഡൽഹി ഇമാമിനോട് വരെ ഒരിക്കൽ കോൺഗ്രസ് പറഞ്ഞു, നിങ്ങളെ എങ്ങനെയാ വിശ്വസിക്കുക? നിങ്ങൾ ഈ LK അദ്വാനിക്ക് വേണ്ടി ഒരു തവണ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തില്ലേ മസ്ജിദിൽ? ആലോചിക്കണം. ആർക്കും വിശ്വാസമില്ലാത്ത ആളുകളായി മാറി. എന്നാൽ കേരളീയ പൊതുസമൂഹ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഈ ചന്ദ്രക്കല എല്ലാവരും മാനിക്കുന്ന രീതിയിലായി പോയി. ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്, ഒരല്പം കൂടി കൂട്ട്. ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്, ചാവക്കാട്ടേക്ക് പോകുമ്പോൾ മണത്തല പള്ളി വന്നു. മണത്തല പള്ളിയുടെ മുമ്പിൽ ഒരു കലാപം വന്നു. അതിന്റെ കാരണം ഞാൻ പറയുന്നില്ല. ആ കലാപകലുഷിതമായ അന്തരീക്ഷം.
കേളപ്പജിയെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. കേളപ്പജി വന്ന് കാറിറങ്ങേണ്ട താമസം സ്വന്തക്കാര് തന്നെ കൂട്ടി വിളിച്ചു. പക്ഷേ ആ സമയത്ത് ആ കേളപ്പജി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇത്തരം സമയങ്ങളിൽ ഓർക്കുന്നൊരു പേരുണ്ട്. ആരാ? ബാപ്പത്തിത്തങ്ങൾ എന്ന പേര്. ആ മഹാൻ ഇന്ന് എവിടെയാണ്? ഫോൺ വ്യാപിച്ചിട്ടില്ലാത്ത കാലം, അധികമൊന്നും ലാൻഡ് ലൈൻ വീടുകളില്ലാത്ത കാലം. ആ സമയത്താണ് വന്യരായ ബാപ്പത്തിത്തങ്ങൾ എന്തോ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം പോലെ വെളിയങ്കോട് മഖാമിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരം. തങ്ങൾ പോകുന്നത് തെക്കൻ കേരളത്തിലേക്കാണ്. അപൂർവം ചില കാറുകളിൽ ഒരു കാറ് അവിടെ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ കേളപ്പജി സൈക്കിളിൽ ആളെ പറഞ്ഞയച്ചു. തങ്ങൾ അമ്പരാനോട് പറയണം ഇങ്ങോട്ടൊന്ന് വരാൻ, ഇനി അതേ ഒരു മരുന്നുള്ളൂ. മഹാനായ എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പത്തെ തങ്ങൾ അവിടെ വന്ന് കാറിറങ്ങുന്ന രംഗം 5 ആളുകളെ 2 ടീമിലും വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ചാവക്കാട്ട ടിവിയിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ഒന്നിനായ തങ്ങള് ചർച്ച കാട് കയറി പോയപ്പോ മഗ്‌രിബിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോ അസർ നിസ്കാരം ഖളാ ആകുന്ന ദുരവസ്ഥ മനസ്സിലാക്കി തന്റെ കോട്ടിങ്ങനെ ബട്ടണഴിച്ച് നീക്കിയിട്ടിങ്ങനെയാണ്. ആ സമയത്താണ് ഇവരെല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. പുറത്ത് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. കാരണം ബാഫക്ക് തങ്ങളുടെ തീരുമാനം കേൾക്കാൻ. പക്ഷെ ചർച്ച അവസാനിച്ചിട്ടില്ല, തീരുമാനമായിട്ടില്ല. എന്തുണ്ടായി? അങ്ങോട്ട് ഇറങ്ങിപ്പോയ തങ്ങളെ ഞൊടിയിടയിൽ ഇങ്ങോട്ടൊന്ന് തിരിച്ചു വന്നു. കേളപ്പജി ചോദിച്ചു, തങ്ങളെമ്പരാൻ ഇത്ര പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞു? അല്ല, ടാപ്പിൽ വെള്ളമില്ല. ഈ വിവരം പറയേണ്ട താമസം തൻ്റെ കൂട്ടത്തിൽ നിന്നൊരു ഹൈന്ദവ സഹോദരനെ അയൽപക്കത്തെ വീട്ടിലെ കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് இந்த ഖായിദുൽ ഖൗമിനെ മുൻകൈ കഴുകാൻ ഒഴിച്ചു കൊടുക്കുന്ന പരുവത്തിലേക്ക് ഈ മണ്ണിനെ ഉഴുതുമടിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആലോചിക്കണം, നമ്മൾ ചെയ്ത നന്മ എന്നുള്ളത് അതാണ്. സഹോദര സമുദായാംഗങ്ങൾ നമ്മെക്കുറിച്ച് ഒരു അങ്കലാപ്പിൽ കണ്ടില്ല. നമ്മൾ എവിടെയാണോ പ്രശ്നം വരുന്നത് അവിടെയൊക്കെ പോയി ഈ സമാധാനത്തിന്റെ ദൂതനായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് 2 ജുബ്ബയിട്ട മക്കൾ പാണക്കാട്ടെ പലായിൽ വന്നത് ഒരു കൊല്ലം മുമ്പേ. ആ 2 കുട്ടികൾ അസ്സലാമു അലൈക്കും തങ്ങൾ പാപ്പ, ഞാൻ സലാഹുദ്ദീൻ അയ്യൂബി, ഇത് ഉമർ മുക്താർ, ഞങ്ങൾ മാതരിയുടെ കുട്ടികളാണ്. ഇപ്പൊ എൻ്റെ കാര്യം പറയാൻ വന്നതാണ്. ആലോചിക്കണം, ആ കുട്ടികൾക്ക് അങ്ങോട്ട് വരാൻ തോന്നി, ആ വീട്ടിലേക്ക് കയറാൻ തോന്നി, ആ കുട്ടികളെ പറഞ്ഞേക്കാൻ വീട്ടുകാർക്ക് തോന്നി. ഏത് തങ്ങളുടെ അടുത്തേക്കാണ്? ഈ കുട്ടികളുടെ ബാപ്പയും ഉമ്മയും ഏതൊരു പൊന്നാനി പറഞ്ഞാണോ ഈ രാജ്യത്ത് തോൽപ്പിക്കാൻ വേണ്ടി മാത്രം വേദി ചെലവഴിച്ചത്, അവിടെ നിന്ന് ജയിച്ചു വന്ന ET മുഹമ്മദ് ബഷീർ സാഹിബിനാണ് ആറ്റപ്പൂ തങ്ങൾ വിളിച്ചറിയിക്കുന്നത്. ബഷീർ, അടുത്ത യാത്ര ഡൽഹിയിലേക്ക് പോകുമ്പോൾ കർണാടകയിലെ പരപ്പനയിലെ അഗ്രഹാര ജയിലൊന്ന് കയറി മഴവിന്റെ സുഖവിവരം അറിയണം. കൂടെ ആര് പോകും? ഒരാൾ കൂടെ വേണം. നിങ്ങളിപ്പോ തോൽപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന താനൂരിലെ MLA ആയിരുന്ന അബ്ദുറഹ്മാൻ അണ്ടത്താണി, ആലോചിക്കണം, ഒരത്താണി കിട്ടിയെങ്കിൽ എന്ന് ദാഹിച്ചു നിൽക്കുന്ന മഹദനിയുടെ അടുത്തേക്ക് 2 അത്താണി അബ്ദുറഹ്മാനെയും ഒരു ET മുഹമ്മദ് ബഷീറിനെയും പറഞ്ഞയച്ച പാർട്ടിയാണ് ഈ പാർട്ടി. നമ്മൾ കാണിക്കുന്ന മാതൃക അതാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിരിക്കുന്ന മാതൃക, എല്ലായിടത്തും മാതൃക. KMCCയിലെ എൻ്റെ സുഹൃത്ത് മാതാപ്പുഴ മുഹമ്മദ് കുട്ടി സാഹിബ് അടക്കമുള്ളവരെ ഇരുത്തുന്നു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നമുക്ക് ഇലക്ഷൻ നോക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഫുജൈറ KMCCയിലെ ഭാരവാഹി ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്നു, അദ്ദേഹത്തിന്റെ ബിസിനസ് പൊട്ടുന്നു, അദ്ദേഹം ആ വലാതിയിൽ അങ്ങനെ ജീവിക്കുന്നു. ഒരു ദിവസം അല്ലാഹുവിന്റെ അലംഘനീയമായ ഖളാ അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോകുന്നു. മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ജനാസ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ഒരു മയ്യത്ത് വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ജനാസ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു വർത്താനം എന്താ? അദ്ദേഹം ആരെയെങ്കിലും വെറുപ്പിക്കുന്ന വല്ല വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പരലോക ഗുണം കണക്കിലെടുത്ത് നിങ്ങൾ എല്ലാവരും അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. സാമ്പത്തികമായി അദ്ദേഹത്തിൽ നിന്ന് ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇവിടെയുണ്ട്, അവരെ സമീപിക്കേണ്ടതാണ്. ഇതിനു മുമ്പ് എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് കാശ് കിട്ടാനുള്ള 35 ലക്ഷം രൂപ ലഭിക്കാനുള്ള ഒരു വ്യക്തി
ഈ മയ്യത്ത് മറവ് ചെയ്യണമെങ്കിൽ എൻ്റെ സമ്മതം വേണം എന്ന് പറഞ്ഞ് ബലം പിടിച്ചാൽ നടക്കും. എന്ത് ചെയ്യാനൊക്കും? ഈ ആഴ്ചത്തെ സംഭവം ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെയാണ് ആ സംഭവമെങ്കിലോ അള്ളാഹു കടക്കാരനാകാതെ ഈമാനോടുകൂടി വഫാത്താകാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാനെ കടക്കാരനായി കണ്ടുമുട്ടിയാലുള്ള ഇടങ്ങൾ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, ബാധ്യതകളാണ്. നമ്മൾ പറയണം. അന്നേരം 500 1000 പ്രശ്നം വന്നപ്പോഴാണ് അവനാൻ്റെ പെണ്ണുങ്ങളും മളിക്കിയ പൈസ ഒക്കെ പുറത്തിറങ്ങുന്നത്. അപ്പോഴാണ് ഓരോരുത്തരും നമ്മളൊക്കെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഇടക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ തൊട്ടടുത്ത് സ്ത്രീകൾ ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് ഓരോരുത്തരും ചിലവരൊക്കെ മാക്സിയൊക്കെ കുടഞ്ഞിട്ടാണ് അതിനൊക്കെ എടുത്തുകൊണ്ടിരിക്കൊണ്ട് വരികയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനി ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞുകൊണ്ട് വരികയാണ്. അതേക്ക് എന്താ ഈ ഹെക്കടപാടുകളെ അവനാൻ്റെ കാശും കാര്യമൊക്കെ ഒന്ന് സ്വന്തം ഭാര്യനോടൊക്കെ ഒന്ന് പറയുന്നില്ല. എനിക്ക് ഇന്നോടത്തൊക്കെ കൊടുക്കാണ്ട്, ഇന്നതൊക്കെ കിട്ടാണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ എന്നാൽ നമ്മൾ ചെയ്യേണ്ട പണിയാണ്. മനുഷ്യരുടെ അവസ്ഥ അല്ലേ? ഈ മനുഷ്യൻ ജനാസ മറവ് ചെയ്യണമെങ്കിൽ എൻ്റെ സമ്മതം കിട്ടണം എന്നാണ് പറയുന്നത്. എന്താ ചെയ്യുന്നത്? എന്താ മുസ്ലിം ലീഗ് ചെയ്യുന്നത്? പാതിരാവിലെ വീട്ടിൽ വരികയാണ്. ഫുദൈറ KMCCയുടെ ഭരണാധികാരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ UAE KMCCയുടെ പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ സാഹിബ് ആ വീട്ടിൽ വരികയാണ്. ആ വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാർ കരഞ്ഞു പറയാണ്, യാതൊരു 35 ലക്ഷം എന്ന് പറഞ്ഞാൽ അവരെ ഈ വിക്കൽക്കൂല വിൽക്കാൻ പോലും കിട്ടില്ല. അത്രേ ഉള്ളൂ. പാവം KMCCയുടെ പ്രസിഡന്റ് സ്ത്രീയാണ്. ഫുദൈറ KMCCയുടെ പ്രസിഡന്റിന്റെ അവസ്ഥ ഞാൻ ഈ പറയുന്നു. ഇവരൊക്കെ ആരാന്റെ വീടിന് വേണ്ടി ചർച്ച നടക്കുമ്പോൾ സ്വന്തം വീടിന്റെ ചോർച്ച അടക്കാൻ മറന്നുപോയവരാണ്. ഇവര് ആരാന്റെ കുട്ടികൾക്ക് കല്യാണത്തിന് കാശയക്കുമ്പോ അവനാന്റെ മക്കളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാതെ വക്കാലത്ത് അയച്ചു കൊടുത്തവരാണ്. എത്രയോ ജനാസ നാട്ടിലെത്തിച്ച ഇവർ സ്വന്തം പിതാവിന്റെ മാതാവിന്റെ ജനാസക്ക് മുമ്പിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വറഹംഹാ എന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ പോയവരാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു KMCCക്കാരൻ റൂമിൽ മൊബൈലിൽ ഇങ്ങനെ വെച്ചിട്ട് കുലുങ്ങി കരയുന്നവരങ്ങ് തമിഴ്ന്ന് കിടന്നിട്ട്. ഞാൻ ചോദിച്ചു കുറെ കഴിഞ്ഞതിന് ശേഷം എന്താ വിഷയം? ഇന്നലെ എൻ്റെ ഉപ്പ മരിച്ചു, ഇന്നലെ മരിച്ചത്. ഞാൻ റൂമിൽ കയറിയപ്പോൾ ശ്രദ്ധിക്കല്ലേ താങ്കൾ, ഞങ്ങളൊന്ന് ചോരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളൊന്ന് പോയത്. റൂമിൽ ഒരാളെ ഉള്ളൂ, ഉച്ചയുടെ സമയം. പലരും ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. ഇങ്ങനെ ഒരാൾ മാത്രം. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വല്ലാതെ ഒന്നിങ്ങനെ കൈ കാണിച്ച് പിന്നെ പോവുക, പിന്നെ കാണുന്നില്ല. കേരളീയരായ നമ്മളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കുടുംബ ഓർമ്മ വന്നതാണ്. ഉപ്പാന്റെ ജനാസ കൊണ്ടുപോകുന്ന തെഹ്ലീല് ഇങ്ങനെ കേട്ടിട്ട് കമിഴ്ന്ന് കിടന്ന് കരയാണ്. ആലോചിച്ച് നോക്കണം, കെട്ടിപ്പിടിക്കാൻ ഒരു റൂം, ഒരു തൂണ് പോലും ഇല്ലാത്ത റൂമിൽ കമിഴ്ന്ന് കരയുന്ന KMCCക്കാരൻ്റെ ബാലൻസ് ഷീറ്റ് ഇതൊക്കെ നമ്മൾ പറയാം മുതലാളിമാരായിട്ടാണ്. പ്രവാസികൾ യഥാർത്ഥത്തിൽ പ്രയാസികളാണ്. ഫുദൈറ KMCCയുടെ പ്രസിഡന്റിന്റെ അവസ്ഥയാണ് ജനാസ മറവ് ചെയ്യാൻ കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി. പുത്തൂർ റഹ്മാൻ സാഹിബ് പറഞ്ഞു, ഞാൻ ഏറ്റു എന്ന് പറയാം. പുത്തൂര് ഏറ്റു എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനുള്ള കാരണം ഇതിന്റെ പിന്നിൽ ഒരു പടയണിയുണ്ട്. പാണക്കാട്ട തങ്ങളുടെയും പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയുടെയും പടയണി എന്നുറപ്പായതുകൊണ്ടാണ്. വാട്സപ്പ് ഫേസ്ബുക്ക് എന്ന് കേൾക്കുമ്പോൾ ഫിത്നയും ഫസാദും ഓർമ്മ വരുന്ന സമയത്താണ് നമ്മള് പ്രിയപ്പെട്ട പുത്തൂർ റഹ്മാൻ സാഹിബ് ജീവിതത്തിൽ ആദ്യമാവാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ, അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ അദ്ദേഹം തന്റെ വോയിസ് മെസ്സേജ് ഇടുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കേണ്ട താമസം സമയം 11:20 രാത്രി. നാളെ രാവിലെ മറവ് ചെയ്യേണ്ട മയ്യത്തിന്റെ കാര്യത്തിൽ മഗ്‌രിബിന് ആളെത്തിയിരിക്കുകയാണ്. എന്നോട് ചോദിക്കാതെ ജനാസ എടുത്തു പോകരുത്. എന്ത് ചെയ്യാൻ നോക്കും? പാതിരാവിൽ ഈ വോയിസ് മെസ്സേജ് ഭൂലോകം ഒന്നാകെ സഞ്ചരിച്ചു. നേരം വെളുക്കുമ്പോഴേക്ക് ആ 35 ലക്ഷം രൂപ സമാഹരിച്ചു എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഈ വിനീതനടക്കം ഞങ്ങളെല്ലാവരും KP മുഹമ്മദ് കുട്ടി സാഹിബ് അടക്കമുള്ളവർ പാണക്കാട് വന്ന് ആ വഫാത്തായ മനുഷ്യന്റെ പൊന്നുമോഹൻ ആ 35 ലക്ഷം രൂപ ഇങ്ങനെ പൂ പൊട്ടിക്കുന്നത് പോലെ കൊണ്ടുപോയ രംഗം ഞാൻ എൻ്റെ കൽബിൽ കുടിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഒരു പാർട്ടി. ഒരു സഹപ്രവർത്തകന്റെ താങ്ങാൻ കഴിയാത്ത ഭാരം ഏറ്റെടുത്തിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നന്മക്ക് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനില്ല. അതാണ് നമ്മുടെ പാർട്ടിയുടെ പ്രത്യേകത. പിണറായി വിജയന്റെ വാർഡിലാണ് രമ്യത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നത്. ഏത് പാർട്ടിയാവട്ടെ 250 മീറ്ററിനകത്താണ്.
ആ നബിത്തിന്റെ ഡെഡ് ബോഡി തലശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന രംഗം നിങ്ങൾ കണ്ടോ ടിവിയിൽ? വെട്ടിയതാര? പിണറായിയുടെ ആളുകൾ തന്നെ. മരിച്ചതോ BJP-ക്കാരൻ. അവിടെ വേറെ ഒരു പാർട്ടിയും രംഗപ്രവേശം നടത്തും. 3 പാർട്ടിയെ ഞാൻ മനസ്സിൽ താലോലിച്ച ഒരു സമയമായിരുന്നു ആ സന്ദർഭം. ഒന്ന് പിണറായിയുടെ CPM, മറ്റൊന്ന് സുരേന്ദ്രന്റെ BJP, മറ്റൊന്ന് ആറ്റപ്പൂ തങ്ങളുടെ ലീഗ്. എന്താ കാര്യം? ആ മോർച്ചറിയിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരുമ്പോ നിങ്ങൾ കണ്ടോ, മരിച്ചത് മറ്റൊരുത്തന്റെ വെട്ടുകൊണ്ടിട്ട് കൊണ്ടുപോകുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ. എന്നാൽ ആ മോർച്ചറിയുടെ മുകളിൽ ദുബൈ KMCC, ദുബൈ KMCC, ദുബൈ KMCC. അതായത് ആലോചിക്കണം, കൽബ് കുളിരണിയാൻ ഇതിലപ്പുറം വേണോ? ഞങ്ങൾ ഇതൊക്കെ കഴുകി നന്നാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. നിങ്ങൾ ചെയ്തതെന്നാ? അപ്പോഴാണ് കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്താൻ പുഞ്ചിരിയുടെ പരതാരമായി എൻ്റെ മുത്ത് തങ്ങൾ പുഞ്ചിരിച്ചിരിക്കുന്ന ആംബുലൻസ് അവിടെ തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾ കാസർകോട്ടേക്കൊന്ന് യാത്ര ചെയ്യും. അത്ഭുതപ്പെട്ടു ബക്കർ സാഹിബ്, മുഹമ്മദ് സാഹിബ്, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നേതാക്കളോടൊന്ന് പറയണം, കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ ആംബുലൻസ് ഒന്ന് നിർത്തിയാൽ ഭൂലോകത്ത് ഇത്രയധികം ജനസേവനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എൻ്റെ പാണക്കാട്ട തങ്ങളുടെ ലീഡാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. എൻ്റെ മുത്ത് തങ്ങൾ പുഞ്ചിരിക്കുന്ന ചിത്രം ദുബൈ KMCC, മഹാൽ KMCC, ഖമീസ് മുഷീദ് KMCC, സലാല KMCC എന്ന് പറയുന്ന ആംബുലൻസുകൾ അങ്ങനെ റോട്ടിൽ ഓടുന്നതും നിൽക്കുന്നതും ആശുപത്രിക്ക് മുമ്പിലും. ഇവർക്കെന്താ പണി? വെട്ടുക. മറ്റൊരുക്കെന്താ പണി? കൊള്ള. തിരിച്ചോ അങ്ങോട്ടും. കണ്ണൂർ കാസർകോട്ടേക്കൊക്കെ പോകുമ്പോൾ അതൊരു ചെറിയ കാര്യമാണ്. നമ്മൾക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാം, ഇവിടെ ഇത് ഹൈദരലി തങ്ങളെ പേരാണ്, ഇത് ഉമർ അലി തങ്ങളെ പേരാണ്, ഇത് അബ്ബാസ് അലി തങ്ങളെ പേര്, ഇത് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ, ഇത് ബഷീർ മോന്റെ പേരാണ്, ഇവിടെയാണ് മുനവ്വർ പുതിയ പേരയിട്ടുന്നത്, ഇവിടെയാണ് ഹമീദ് മോന്റെ വീട്, അവിടെയാണ് റഷീദ് അലി തങ്ങളെ വീട് എന്ന് പറഞ്ഞിട്ടല്ലേ. എന്നാൽ കണ്ണൂർക്കുടി യാത്ര ചെയ്ത് നോക്കാൻ, കണ്ണൂർക്കുടി യാത്ര ചെയ്യുമ്പോൾ ഇവിടെയാണ് സുരേഷിനെ പറ്റിയത്, അവിടെയാണ് മനോജിനെ പറ്റിയത്, അവിടെയാണ് പ്രഭാകരനെ പറ്റിയത്. നമ്മളെ നാട്ടിലെ വായംകുടുംബം കൂടി പോണില്ല. അവിടെയാണ് കുന്നംകൊല പറ്റിയിട്ടത്, ഇവിടെയാണ് മൈസൂർ കൊല പറ്റിയിട്ടത്, അവിടെയാണ് വലിയ വാഴക്കൊല പറ്റിയിട്ടത്. ഭയങ്കര സംഭവമല്ലേ? അവിടെ നിന്ന് പോയി നോക്കി വ്യത്യാസം കാണണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അതാ വാചക സ്ഥലത്തല്ല, മാന്യതയുടെ രാഷ്ട്രീയം. ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കണം. കഴിഞ്ഞോ? ഞങ്ങൾ ചെയ്യുന്ന നന്മ എന്ന് പറയുന്ന ഇതാണ്. ഡിവൈഎഫ്ഐക്കാരനായ സദാനന്ദന് ബൈത്തുർ റഹ്മ കൊടുക്കുമ്പോ അയാളുടെ പാർട്ടി ഞങ്ങൾ ആലോചിച്ചില്ല. നോക്കണേ, CH സെന്ററുകൾക്ക് മുമ്പിൽ എല്ലാ സംവിധാനങ്ങളും വന്നു കഴിഞ്ഞു. ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒന്നിച്ചു കൊടുത്തു. ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ബൈപ്പാസ് സർജറിക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്റർ തന്നെ ഹൈദരലി തങ്ങൾ, സ്കാനിങ്ങിന് സെന്റർ വേറെ, ടെസ്റ്റുകൾക്ക് വേറെ, മരുന്ന്, സ്റ്റെതസ്കോപ്പിന്റെ ഡോക്ടർ, 2 നാട്ടുകാരാണ് മെഡിക്കൽ കോളേജ്. അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വരാന്തയിൽ കാണാൻ കണ്ണിൽ വെള്ളം നിറച്ച് ലിസ്റ്റ് ബാക്കിൽ പിടിച്ചൊരു നൃത്തം. ആ സമയത്ത് അവരെ പുറത്ത് കൊട്ടിയിട്ട് എന്താ വിഷയം അത് ചോദിച്ചാൽ മതി, അതന്നെ ഒരു പുളികാണ്. എന്താ വിഷയം? ഒന്നുമല്ല, ഇതിനൊക്കെ വരുന്ന ആലോചിച്ചിട്ട് യാതൊരു പിടുത്തമില്ല, വാക്ക് മുറിഞ്ഞു പോകാൻ. സ്റ്റെതസ്കോപ്പിട്ട ഡോക്ടറെ ചൂണ്ടിക്കാണിക്കാൻ അവിടെ പോയാൽ ഉത്തരം കിട്ടും. ആ ബോർഡിന്റെ പേരാണ് CH സെന്റർ. അവിടെ പോയാൽ ആ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ വേണ്ടി വേണ്ട. ഞങ്ങള് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഏത് പാർട്ടിയാണല്ല, ഏത് സ്റ്റോക്കറാണെന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ചെയ്യുന്ന നന്മകളാണ്, നിങ്ങൾ ആലോചിക്കണം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ കിട്ടിയിട്ടും ഡിസ്ചാർജ് ചെയ്തിട്ട് കോണിക്കെതിരെ വോട്ട് ചെയ്തിട്ട് അവിടെ തന്നെ പോയി തരുന്ന ആൾക്കാരില്ല. അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വർത്താനേ ഇല്ല. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ചോദ്യമില്ല. ഞങ്ങൾ നല്ല കിണർ കുഴിച്ചു കൊടുത്ത ഒരാൾ, അയാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥയിൽ പോകുന്നു ഇലക്ഷന് ശേഷം. അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ചോദിച്ചു, മോനെ നിനക്കൊരു കിണർ കുഴിച്ചു തന്നില്ലേ നമ്മൾ? അപ്പോൾ നിങ്ങൾ കിണറൊക്കെ കുഴിച്ചെന്ന് ശരി, അന്ന് ആ പോക്കാണ്ട് പോയതാണ്. പക്ഷെ ആ KMC ചാടിയ പൂച്ചനെ DYFI വീട്ടിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, അങ്ങനത്തെ ആൾക്കാരൊക്കെ പോയിക്കോട്ടെ. അവർക്കൊക്കെ ആഗ്രഹം അതാണെങ്കിൽ നമ്മളെന്ത് ചെയ്യാനാണ്? നമ്മൾ ചെയ്യുന്ന നന്മ എന്ന് പറയുന്നത് എന്താ? പുര നിറഞ്ഞു നിൽക്കുന്ന മക്കളെ മംഗല്യമേളകൾ നടത്തി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക. മാർക്സിസ്റ്റ് പാർട്ടി ഇതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഈ നന്മയിലൊന്നും അല്ല, അവരിവിടെ ഒന്നും അല്ല. അവര് വന്ന് 4 മാസമായപ്പോഴേക്ക് 73 കൊലപാതക കേരളത്തിൽ.
ഒരു മാസത്തിന് എത്ര ഉണ്ടാകുന്നു ആലോചിച്ച് നോക്കണം. ആദ്യത്തെ കൊലപാതകം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സ്വന്തം മണ്ഡലത്തിലാണ്. UDF അധികാരത്തിൽ വരുമ്പോൾ കുഞ്ഞാപ്പാന്റെ വേങ്ങരയിലാണ് ഒരു കൊലപാതകമെങ്കിൽ മുദ്രാവാക്യം വിളിച്ച് ഈ നാട്ടിൽ ഭൂമി വിളിപ്പുണ്ടാക്കിയിട്ടുണ്ടാവും നിങ്ങൾ. എന്നാൽ പിണറായിയുടെ ധർമ്മട മണ്ഡലത്തിൽ ഒരു CPM-കാരൻ മരിക്കുകയാണ്, RSSകാരന്റെ കുത്തേറ്റ്. തിരിച്ചങ്ങോട്ട് വെച്ചാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞു, എന്ത് പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലി. എന്നാൽ ഈ ആറ്റപ്പുത്തങ്ങൾ ഈ അനുയായികളെ പഠിപ്പിക്കുന്നത് ദുന്യാവിൽ പണിയെങ്കിൽ ആഖിറത്തിൽ കൂലി എന്ന മാന്യമായ മുദ്രാവാക്യാണ്. അതാണ് രാഷ്ട്രീയം. ഇവിടെ പണിയെടുത്തോ അവിടെ നേടാം, അവിടെ കൊയ്യാം. ഇതോ അണികളോട് പറയാം, പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലി കൊടുത്ത അപ്പം തന്നെ കൊടുത്തോ. കിട്ടി. കോടതി വെറുതെ വിട്ടവരെയും പാർട്ടി വിടൂല, കോടതി വെറുതെ വിട്ടവരെയും പാർട്ടി വിടൂല. അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ യമപുരിക്ക് പോയി. ഞാൻ ആലോചിക്കുകയാണ്, ആ മനുഷ്യർക്കൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ നസീറുദ്ദീന്റെ വീട്ടിൽ പോയിരുന്നു. പ്രിയപ്പെട്ട നസീറുദ്ദീൻ വഫാത്താകുന്നത് വരെ, മെഡിക്കൽ കോളേജ് എത്തുന്നത് വരെ ജീപ്പിലിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ തഹ്ലീൽ ചൊല്ലിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. ആ മോൻ നസീറുദ്ദീൻ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അവരുടെ പെങ്ങളോട്, അവരുടെ സഹോദരനായ കൊച്ചനുജനോട്, ഉപ്പയോട് ഉമ്മയോടൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ പറയാണ്, എൻ്റെ കുട്ടിക്ക് 2 പ്രിയാണ് ജീവിതത്തിൽ. ഒന്ന് ടൂറ് പോവാൻ ഇഷ്ടമുള്ള ആളാണ്, മറ്റൊന്ന് പഠിക്കാനുള്ള ബോധിക്കോനൊരു അവധിയില്ല. നല്ല കോഴ്സ് അവൻ എടുത്തിട്ടുണ്ട്, എന്നാൽ അവൻ BCom ചെയ്യാൻ. ടൂറ് പോകുമ്പോൾ എൻ്റെ കുട്ടിയുടെ ഒരു സ്വഭാവം എന്താണെന്നറിയാം. സാധാരണ പലരും നല്ല ഹോട്ടലിൽ തിരഞ്ഞു നോക്കലാണ്. ഇവന്റെ പണി എന്താണെന്നറിയാം, റൂം എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് പള്ളി എന്ന് നോക്കും. മരം കോച്ചുന്ന തണുപ്പായാലും സുബഹിക്ക് അവ്വല വക്തിൽ ഒന്നാമത്തെ സ്വത്തിലെത്തണം, സഹോദരന്മാരോടൊപ്പം കൂട്ടുകാരോടൊപ്പം. അങ്ങനെ ഫ്രണ്ട്സിനെ നന്നാക്കുന്ന ഒരു നല്ല ദാക്കിറായ, എപ്പോഴും ദിക്റ് ചൊല്ലുന്ന നല്ലൊരു വിശ്വാസിയായ, ആ നാടിലെ എല്ലാ മസ്ലഹത്തിലും പങ്കെടുക്കുന്ന ഒരു വലിയ പ്രതീക്ഷയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. മുസ്ലിം ലീഗിന്റെ യോഗം നടക്കുന്ന വീട്ടിൽ ഒരു SDPI-കാരൻ അതിനെടുത്ത് ചാടി വരികയാണ്. അത് കണ്ട് അവിടുത്തെ കുട്ടികൾ അത് പകർത്തുകയാണ്. അവന്റെ മൊബൈൽ വാങ്ങി വാക്ക് തർക്കമുണ്ടാക്കാൻ. നസീറുദ്ദീൻ ആ മജ്‌ലിസിലേ ഇല്ല, വിവരമറിഞ്ഞ് ഓടിയെത്തുക. അന്ന് നാട്ടിലെ ഒരു പൊതുമസ്ലഹത്തിന് വേണ്ടി നസീറുദ്ദീൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുക. വിവരമറിഞ്ഞ് വന്നിട്ട് ഇവനോട് പറഞ്ഞു, നീ ഏതായാലും ഒറ്റയ്ക്ക് ആ യോഗ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു സ്വഭാവത്തിൽ പോയത് ശരിയായില്ല മോനെ എന്ന് പറഞ്ഞപ്പോ മാന്യമായ സ്വരമായി പോയി എന്നുള്ളത് കൊണ്ട് അവൻ പ്രബോധിതനായിപ്പോയി. കാരണം നസീറുദ്ദീനാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. നസീറുദ്ദീൻ എന്ത് ചെയ്തു, അവനെ വിളിച്ചു കൊണ്ടുപോയി ഒറ്റയ്ക്കിരുന്നിട്ട് പറഞ്ഞു. ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ പിതാവ് വാട്സപ്പിൽ പ്രിയപ്പെട്ട നസീറുദ്ദീന്റെ അവസാനത്തെ വാചകം എന്നെ കേൾപ്പിച്ചു. എന്താണ് ആ വാക്ക്? ആ വാക്ക് ഇങ്ങനെയാണ്, അവരിന്നെ കൊല്ലാണെന്ന് കൊല്ലട്ടെ, നാട്ടിൽ നന്മയാണ് ആവശ്യം. പൊന്നു സുഹൃത്തെ, നിന്റെ മൊബൈൽ കേടുവന്നു എന്നുള്ളൊരു വസ്തുത ഈ ദുന്യാവിലെ മൊബൈൽ കമ്പനി ഇറക്കിയതിൽ ഏറ്റവും നല്ലൊരു മൊബൈൽ എൻ്റെ ചെലവിൽ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം, എന്നാലും നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴും ഈ കുട്ടി നല്ലവനാകുന്നു എന്നുള്ളതൊരു കേടായി മാറി. കഴുത്തിന് കുത്തിയിട്ട് പൊക്കിൾനാഭി വരെ വലിച്ചിരിക്കുന്നു. രക്തം ഒലിച്ചിറങ്ങുമ്പോഴും തഹ്ലീൽ ചൊല്ലി അങ്ങനെ പോവാണ്. അവൻ പല ദിവസം തന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു സ്തൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പെയിന്റ് അടിക്കുന്ന കൂട്ടത്തിൽ പലരും ചോദിച്ചു, ആരാണ്, ഏത് പേരാണ് നമുക്കിവിടെ എഴുതാൻ ഒക്കുക? പലരും പറഞ്ഞു ശിഹാബ് തങ്ങളെ, കായികമില്ലത്തിന്റെ ബാഫക്കി തങ്ങളെ എന്ന്. നസീറുദ്ദീൻ അതിന് മറുപടിയായി പറഞ്ഞു, നമ്മളാരെങ്കിലും പേരെഴുതാൻ എന്താ കേട്ടോ? എന്നാൽ ആ കുട്ടിയുടെ പേരാണ് ഇപ്പോൾ അതിന്മേൽ എഴുതിയിരിക്കുന്നത്. പൊന്നു സഹോദരന്മാരെ, നന്മ മാത്രം ചെയ്തു പോയ ഒരു നാടിന്റെ പ്രതീക്ഷയുടെ പ്രതീകം. ഇങ്ങനെ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ആളുകൾ രാജ്യത്ത് വർദ്ധിച്ചു വരുമ്പോൾ മുസ്ലിം ലീഗ് സംയമനം പാലിച്ച് പോക്കിരിമാരാകാതെ രാഷ്ട്രീയ നന്മ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഈ നാട് എവിടെ നിന്ന് വന്നതാണ്? അവിടെ സ്ഥാപനങ്ങളുണ്ടായി, സംവിധാനങ്ങളുണ്ടായി, പഠിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് സ്ഥാപനങ്ങൾ കിട്ടി, മെഡിക്കൽ കോളേജ് കിട്ടി, എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടി, BEd കോളേജ് കിട്ടി, പോളിടെക്നിക്ക് കിട്ടി, എല്ലാം കിട്ടി. ചില സ്ഥലങ്ങളിൽ SFI ജയിക്കുന്നു. SFI ജയിക്കാൻ എന്താ കാരണം? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുട്ടികൾക്ക് സീറ്റ് അവിടെ കിട്ടുന്നു. സീറ്റ് എന്താ കിട്ടാൻ കാരണം? അങ്ങനെ ഒരു കോളേജ് നമ്മൾ കൊണ്ടുവരുന്നു. നമുക്കെന്താ പണി? കോളേജ് ഉണ്ടാക്കുക. ഇവർക്ക് എന്താ പണി? SFI ഉണ്ടാക്കുക.
നമുക്കെന്താ പണി? കോളേജ് ഉണ്ടാക്കുക. മറ്റൊരുക്കെന്താ പണി? മതിൽ ചാടി പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കുക. നമ്മൾ ചെയ്യുന്ന പണി സ്ഥാപനം ഉണ്ടാക്കുന്ന ഡ്യൂട്ടി. ഈ നന്മ ഞങ്ങൾ ചെയ്തതുപോലെ ഒരു തറവാടിയെ പോലെ KM ഷാജിയും N ശംസുദ്ദീനും കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇത് PSM കോളേജ്, പോക്കർ സാഹിബ് മെമ്മോറിയൽ കോളേജ്, ഇത് CB സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ്, ഇത് ഔക്കാദർ കുട്ടിനഹ സാഹിബ് പോളിടെക്നിക് കോളേജ്, ഇത് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖ് തങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ. അങ്ങനെ കാണിക്കുകയാണ് ഒരു തറവാടിയെ പോലെ. ഇതിന്റെ മൂത്താപ്പാന്റെ കുടുംബ വീട്, ഇതിന്റെ ബാപ്പാന്റെ സ്വന്തം വീട്, ഇതിന്റെ ഒലിഫാന്റെ തറവാട് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോ ഒന്നൂര് ചോദിക്കുക, എങ്ങനെ ഇതുണ്ടാക്കി? ജനാധിപത്യത്തിന്റെ പോർക്കളത്തിൽ ബാലറ്റ്. ഈ അത്ഭുതം നിങ്ങളും കാണിക്കണം. രാഷ്ട്രീയ ശക്തി ഉണ്ടാക്കിക്കോ, എന്നിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിക്കോ. ഇപ്പൊ ഈ ഏക സിവിൽ കൂടെ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു ഈട്ടിയും ഈ ആകുമെന്ന് വർത്താനം പറഞ്ഞാൽ അവിടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കൂല. ഞങ്ങൾക്കറിയാം അതിന് രാഷ്ട്രീയ ചങ്ങാതി വേണം. അതിന് ഞങ്ങൾ കണ്ടെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. ആ കോൺഗ്രസ്സാണ് പണ്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ ബില്ലിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുത്ത് ഇന്ത്യ രാജ്യത്തൊരു നിയമമായി വന്നത്. എല്ലാവരും ആ കൂട്ടത്തിൽ നമ്മോടൊപ്പം നിന്നിരുന്നു. ഇന്ന് പലരും പറയുന്നത് എന്താ? ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലയാണ്. പാണക്കാട്ട കുട്ടികളുടെ കല്യാണമല്ല ഏക സിവിൽ കോഡ് എന്ന വസ്തുത ആലോചന അറിയണം. എല്ലാവരുടെയും കൂടി കാര്യമാണ്, എല്ലാവരുടെയും തല പോകുന്ന കാര്യമാണ്. ഈ കാര്യത്തിൽ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടുന്ന സമയമാണ്. എന്താ ഈ നിയമത്തൊന്ന് വന്നു നോക്കണ്ടേ? അപ്പൊ KT ജലീലിന്റെ പ്രസ്താവന എന്താ? KT ജലീൽ പറയുന്നത് മുത്തലാഖ് മനുഷ്യത്വരഹിതം, 3 ത്വലാഖ് മനുഷ്യത്വരഹിതം ജലീൽ. മാത്രല്ല മതപണ്ഡിതന്മാർ ഇപ്പൊ മുത്തലാഖിനെ എതിർക്കാത്തത് നോക്കേണ്ട വൈകി അവർക്ക് കാര്യം മനസ്സിലാവും. മതപണ്ഡിതന്മാർ എന്ന കൂട്ടത്തിൽ കോട്ടുമല ബാപ്പു മുസ്ലിയാരും പെടും, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പെടും. ഇവർക്കൊന്നും ഇപ്പൊ കഥയും ബുദ്ധിയില്ലേ, കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധി വെക്കും എന്നാണ് ജലീൽ പറഞ്ഞത്. എല്ലാവരുടെയും ഡ്യൂട്ടിയാണ് ഇവനെ എതിർക്കേണ്ടത്. പുറത്ത് നിന്നിരുന്നപ്പോ ഈ സമയത്തൊക്കെ ഇസ്ലാമിക ശരീഅത്തിന് വേണ്ടി ഞങ്ങളുടെ കൂടെ വന്ന് പ്രസംഗിച്ച മഹാനാണ്. ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിന്റെ കൂടെ വന്ന് പ്രസംഗം പരിഭാഷപ്പെടുത്തി ഇതുപോലൊരു ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൽ ഈ മുത്തലാഖിനെ ന്യായീകരിച്ചവനാണ്. പക്ഷെ ഇപ്പൊ എന്താ മാറ്റം? ഇപ്പൊ ദറജ കൂടി എന്നുള്ളതാണ്. ദറജ കൂടിയാൽ ഇസ്സത്തിന്റെ ഗ്രാഫ് എവിടെയെങ്കിലും താഴുമോ മിസ്റ്റർ ജലീൽ? അങ്ങ് ആലോചിക്കേണ്ടതുണ്ട്. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അന്തസ് എന്നാണ് അതിന്റെ പച്ചമലയാളം. മുത്തലാഖ് ലീഗ് ഉണ്ടാക്കിയതാ? ചന്ദ്രികയിൽ ഉണ്ടാക്കിയതാ? മുത്തലാഖ് പാണക്കാട്ട തങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചതാ? ഖാലിക്കായ റബ്ബ് നേരത്തെ വെച്ച തീരുമാനമാണ്. എന്നാൽ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് യോഗം ചേർന്നു. അവര് പറഞ്ഞ് ത്വലാഖ് തന്നെ വേണ്ട എന്നാണ്. ത്വലാഖ് തന്നെ വേണ്ട. ഇത് ഈ ത്വലാഖും മുത്തലാഖും ഒരു തലാഖും മുന്തലാഖല്ല. നിക്കായിനെതിരെതിരാണ്. നിക്കായിനെതിരാണ്. ശശികുമാറിന്റെ ഭാര്യയാണ് ബദറുന്നീസാണ്. ശശികുമാറിന്റെ ഭാര്യയാണ് ബദറുന്നീസ. പെരിന്തൽമണ്ണയിൽ മത്സരിച്ച, മഞ്ഞളാംകുഴി അലിക്കെതിരെ മത്സരിച്ച ശശികുമാറിന്റെ ഭാര്യയാണ് ബദറുന്നീസ. നമ്മളെ വയനാട് ജില്ലാ സെക്രട്ടറി ആരാ ഭാര്യ? പരിശോധിക്കണം. മംഗളയിൽ നേരത്തെ ടി അഹമ്മദ് കബീറിനെതിരെ മത്സരിച്ചിരുന്ന ഖദീജാന്റെ മൂത്ത മകൻ കല്യാണം കഴിച്ചത് മുസ്ലിം വീട്ടിൽ നിന്നും, രണ്ടാമത്തെ കല്യാണം കഴിച്ചത് ഹിന്ദു വീട്ടിൽ നിന്നാണ്. ആരെയും വെറുപ്പിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന തന്നെ. ഞാൻ മട്ടന്നൂരിൽ ഇത് പ്രസംഗിച്ചപ്പോ നിങ്ങളിപ്പോ കാണിച്ച ഈ ഒരു ചിരിയോ സംസാരം അവിടെ കേട്ടായി. അപ്പൊ ഞാൻ നിരാശനായി യോഗം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്ത് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ ആളുകൾക്ക്. അപ്പൊ അവിടുന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി രാജിവെച്ചു എന്നൊരു സഖാവ് മുഹമ്മദ് ഉണ്ട്. ഓ എന്നോട് ചോറുന്നുമ്പോ പറയാം, ഇത് ഇവിടുന്ന് ഒരു കൗതുകല്ല, എന്തോടെ ഈ അട്ടി കത്തിയിട്ടുണ്ട് കല്യാണക്കത്ത് ഇതേമായി കല്യാണം കഴിഞ്ഞു, ഇവിടെ എന്ത് ചോദിച്ചാനാണ്? അല്ലേ, നിങ്ങൾ കണ്ണൂർ ഭാഗത്തൊന്ന് പോയി നോക്ക്. ജാതിയും മതവും മാറി ഇത് തന്നെയാണ്. നമ്മുടെ കൊച്ചുമക്കൾക്ക് ആ ബുദ്ധി വരാനാണ് സാമൂഹ്യ പാഠത്തിൽ മതം ഇല്ലാത്ത ജീവൻ. എന്നിട്ട് പിതാവിന്റെ പേരെന്താ? അൻവർ റഷീദ്. മാതാവിന്റെ പേരോ ലക്ഷ്മി ദേവി. അൻവർ റഷീദ്, ലക്ഷ്മി ദേവി, ഭാര്യയും ഭർത്താക്കളും. ഈ തോന്നലൊരു കുട്ടിക്ക് വന്നാൽ ആ കുട്ടി മാറി ചിന്തിക്കാൻ ഉതകുന്ന രീതിയിൽ മനസ്സ് പാകപ്പെടുത്തിയെടുക്കണം. സാമൂഹ്യ പാഠ പുസ്തകം അന്ന് സമസ്ത കേരള ജമിയത്തുൽ പറഞ്ഞു, ആ പുസ്തകം ഇപ്പൊ കണ്ടു കെട്ടണം. സമസ്തക്കാരെ ഒരാളെ പറഞ്ഞയച്ചു. അബ്ദുറഹ്മാൻ അണ്ടത്താണിയുടെ അടുത്ത് കണ്ട്, കുഞ്ഞാപ്പ മന്ത്രിയല്ല, കുഞ്ഞാപ്പ ജയിച്ചിട്ടില്ല, പറഞ്ഞയച്ചു. ആരാ? പിണങ്ങോട് അബൂബക്കർ. സമസ്ത പറഞ്ഞയച്ചു. അലി അബ്ദുള്ള
ആ യോഗത്തിൽ പങ്കെടുത്തു. എന്നിട്ട് മുസ്ലിം ലീഗിന്റെ ആളുകളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നിയമസഭയിലേക്ക് കടക്കാൻ കഴിയില്ലല്ലോ, നിങ്ങൾ അച്യുതാനന്ദനെ തിരുത്തണം. എന്ന് അലി അബ്ദുള്ളയോട് ചോദിച്ചു. ഞാൻ ആരെ പറഞ്ഞയച്ചിട്ട് വന്നതാണ്? കാന്തപുര ഉസ്താദ് എന്നെ പറഞ്ഞയച്ചത്. കാന്തപുര ഉസ്താദ് പറഞ്ഞയച്ച എൻ അലി അബ്ദുള്ളയും സമസ്ത പറഞ്ഞയച്ച പിണങ്ങോട് അബൂബക്കർ സാഹിബും ഹുസൈൻ മടവൂരും അബ്ദുള്ളക്കോയ മദനിയും കാഞ്ഞാർ മൂസ മൗലാനയുടെ ആളുകളും ആരിമലിയും ഒന്നിച്ച് ചേർന്നിട്ടാണ് അന്ന് ഇതുപോലെ എതിർത്തത്. ആരും ക്ഷണക്കത്ത് കൊടുത്തിട്ടല്ല, ക്ഷണിച്ചിട്ടല്ല. മദ്രസകൾ അവതാളത്തിലാക്കുന്ന സ്കൂൾ നേരത്തെ ഒരു ശ്രമം നടത്തിയപ്പോ ആലിമ്യങ്ങൾ കടകുടഞ്ഞെണീറ്റു. അല്ലെങ്കിൽ തന്നെ നഴ്സറിയുടെ ഓണടി കേട്ട് കുട്ടികൾ മദ്രസയിൽ പോവുക. പണ്ടൊക്കെ 10 മണി കുട്ടികളെ വിട്ടെന്ന് പറയാം മദ്രസ വിട്ടാൽ അല്ലേ? ഇന്ന് 8 മണി കുട്ടികളെ വിട്ടെന്ന് പറയണ്ടേ? 8 മണിക്ക് മുമ്പേ പോകും നഴ്സറിയുടെ ഓണടി കേട്ടാൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് എവിടെ കിട്ടുന്നത്? ആ സ്കൂൾ പഠനം മാറ്റുന്ന സ്ഥിതി വന്നപ്പോൾ ഇതുപോലെ നമ്മൾ എതിർത്തിട്ടുണ്ട്. അതിനേക്കാൾ അപകടകരമായ ഒരു സ്ഥിതിയാണിത്. ഈ സ്ഥിതി വരുമ്പോൾ ചർച്ചയെ വഴിതെറ്റിച്ചു വിടുകയാണ് മിസ്റ്റർ ജലീൽ. താങ്കൾ പറയുന്നത് മുത്തലാഖ് മനുഷ്യത്ര എഴുതാം, മനുഷ്യന്മാർക്ക് യോജിച്ചതല്ല. എന്തായാലും 3 തലാഖ് നീ പഠിച്ചിട്ടുണ്ടോ? ത്വലാഖ് എന്ന് പറയുന്നത് അള്ളാഹു ഉണ്ടാക്കി വെച്ചൊരു നയമാണ്. അത് വെറുതെ ദുരുപയോഗം ചെയ്യാനുള്ളതല്ല. ഏതുപോലെ വിമാനത്തിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്. അപകടം വന്നാൽ ചാടാനുള്ളതാണ് ആ വാതിൽ. അല്ലാതെ അബുദാബിയിലെത്തോളം തുറന്നിടാനുള്ളതല്ല. അബുദാബിയിലെത്തോളം ആ വാതിൽ ഇങ്ങനെ നിന്നിട്ട് ഉപ്പച്ചാടും എന്ന് പറയാനാ. എമർജൻസി എക്സിറ്റ് അതിനുള്ളതല്ല. എമർജൻസി എക്സിറ്റ് വിമാനം ആടിയുലയുകയും ഒരു ജെറ്റിൽ വരുമ്പോഴത്തേന് ചാടാനും പറ്റില്ല. വിമാനം അങ്ങനെ 1-2 ജെറ്റിലൊക്കെ ചെയ്യും. വിമാനത്തിൽ പോയവർക്കറിയാം. ഒരു ചെരിവുകൊണ്ട് വരുമ്പോഴത്തേന് ഞാൻ ഇപ്പം ചാടും തന്നെ, പിന്നെ അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ, പിന്നെ ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. അവൻ എന്ത് ചെയ്യണോ? അത്യാവസ്ഥ വന്നാൽ, ചാടിയെ പറ്റൂ എന്ന അവസ്ഥ വന്നാൽ, അപകടത്തിലാണ് എന്ന് തോന്നുമ്പോൾ ഉപയോഗിക്കാനുള്ള നീ ത്വലാഖില്ല എന്ന് കൂട്ടുക. നമ്മൾ വീട്ടിൽ ചെന്നാൽ ഒരു ഉദാഹരണം പറയാൻ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ഭാര്യ മറ്റൊരുത്തരുമായി ജീവിക്കുന്നത് നമ്മൾ കാണുമെന്ന് കൂട്ടുക. പടച്ചോൻ ഈ ത്വലാഖ് പഠിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആ പമ്പർന്നോളേറ്റ് ഇസ്രാഫിന്റെ സൂറിൽ ഒതുന്ന വരെ നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ ചെയ്യണ്ടേ? അതിന് പടച്ചോൻ ത്വലാഖ് എന്ന് പറയുന്നൊരു സംഭവം വെച്ചു കൊടുത്തതാണ്. ത്വലാഖ് ഇല്ലെന്നുണ്ടായ സ്റ്റൗ പൊട്ടി മരിച്ചു, അല്ലെങ്കിൽ തൂങ്ങിച്ചാവും. ഒരു നിവൃത്തിയില്ലല്ലോ. കാരണം എന്താ? ഒരു മനുഷ്യന് പറ്റാതായാൽ, മദ്രസയിൽ സദർ ഉസ്താദിനെ പറ്റാതായാൽ ഉസ്താദ് രാജിച്ചു അല്ലേ? പ്രിൻസിപ്പളെ പറ്റാതായാൽ ടീച്ചർ രാജിച്ചു പോവും. ചിലർ LWE എടുക്കും. എന്തിനാ? കുറേ കാലത്തെ ദീർഘകാല അവധി എടുക്കും, ശമ്പളം ഇല്ലാതെ. എന്തെങ്കിലും ഇയാൾക്ക് നല്ല ബുദ്ധി വരുമ്പോൾ തിരിച്ചേ രാജിച്ച്. അതാണ് ഈ മുത്തലാഖ്. 3 സ്റ്റെപ്പായി കൊടുത്തത്. ഒരു സ്റ്റെപ്പ് ഇറങ്ങിയതിന്റെ ശേഷം തോന്നുകയാണ് എന്റെ കുട്ടികളെ കാര്യം ആലോചിച്ച് അങ്ങോട്ട് തന്നെ കയറിയ തിരക്കടില്ല. അതിന് 3 ഡോറും 3 റൂമാണ് ധരിക്കുന്നത്. ഇറങ്ങുന്ന സമയത്ത് ആ ഒന്നിൽ വെച്ച് സ്വഭാവം മാറിയ മുടങ്ങുന്നതാണ്. ഇത് വെച്ചിട്ടില്ലെങ്കിലോ? വെച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടി എല്ലാം തീരും. പിന്നെ തിരിച്ചു വരാൻ ഒക്കൂല. തിരിച്ചു വരാൻ ഒക്കിയില്ലെങ്കിൽ കഷ്ടപ്പാടാണ്. ഇപ്പൊ കറണ്ട് ബില്ല് അടക്കുമ്പോൾ അതിന്റെ ഡേറ്റ് തെറ്റിയാൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന തീരുമാനം മാത്രമാണെങ്കിൽ എല്ലാ പേരും ഇത്തത്തായി കരപ്പോ. എന്താ കാരണം? കറണ്ട് ബില്ല് അടയ്ക്കാൻ 30-ാം തീയതി വെച്ചാൽ 30-ാം തീയതി അടച്ചില്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ ഫൈനോട് കൂടി ബില്ലടക്കാൻ ഒരു സമയം തരുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കാണാം, KSEBിയുടെ മുന്നിൽ കൂടി പോകുമ്പോൾ ഒരു ചോദ്യം, ഇനി എത്ര ദിവസം ഉണ്ട്? എന്താ കാരണം? ഫൈനോട് കൂടി ബില്ലടക്കലൊരു രസമാണ്. അതിന് വേണ്ടിയാണ് ഈ എത്ര ദിവസം നല്ല കാര്യമായി കൊടുക്കുന്നുണ്ടാവും, എന്നാലും കാണാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. അതെന്തിനാ? അതിങ്ങനെ ഒരു 10 ദിവസത്തേക്ക് കൂട്ടി അടക്കാൻ അതിനൊരു സാവകാശം കൊടുക്കുക. ഫൈനോട് കൂടി അടക്കാത്ത ഡേറ്റ് വരെ അല്ലേ? എന്ന പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ നിക്കാഹിൽ തന്നെ അള്ളാഹു വെച്ച നിയമങ്ങളൊക്കെ എത്ര മഹത്തരാന്നറിയും. ഇപ്പൊ ഇവരൊക്കെ പ്രസ്താവന കണ്ടതിന് ശേഷമാണ് ഖുർആൻ ഇറങ്ങിക്കണമെന്ന് തോന്നിപ്പോകും. നിക്കാഹിന്റെ ത്വലാഖിന്റെ ഒക്കെ സൂറത്തുകളും ബാബുകളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ ജീവിതത്തിൽ ഒരു പെണ്ണിന് പുതിയാപ്പിളിനെ പറ്റാതായി കൂട്ടുക. പുതിയാപ്പിള മുഴു കുടിയനാണ്, ഒരു ഉപകാരമില്ല. ഓണ്ട് വേറൊരു പന്ത്രണ്ടോളേക്ക് പോണ്. ഇത് വൺഡേ ഒന്നല്ല. അപ്പോ ഓൾക്ക് ഇയാളെ ഒഴിവാക്കാനുള്ള ഏർപ്പാടിന്റെ പേരാണ് ഫസ്റ്റ് ചെല്ലാനുള്ള അധികാരമുണ്ട്. ഇഞ്ഞോ ഈ ത്വലാഖ് ആർക്കുള്ളതാണെന്നറിയോ? പോക്കിരിയായ കള്ളുകുടിയന് അതപ്പുള്ള പമ്പർന്നോള പേരിൽ എടുക്കാനുള്ളതല്ല. ഒരിക്കൽ കേൾക്കണം. പോക്കിരിയായ കള്ളുകുടിയന്
അക്രമം ചെയ്ത് മാന്യയായ ഒരു പെണ്ണിന്റെ മേലെടുക്കാനുള്ളതല്ല തൊലാക്ക്. മാന്യനായ ഭർത്താവിനെ അടവ് കെട്ട പെമ്പറന്നുള്ള പേരെടുക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരുത്തം പോക്കിരിയാണോ തൊലാക്കില്ല, അത് പറ്റുമോ? പറ്റൂല. തൊലാക്കില്ല എന്നുള്ള സ്ഥിതി എന്താ? പിണറായിയുടെ മോള് വീണ കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് തൊലാക്ക് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയിരിക്കുന്നത്. ആലോചിക്കണം, പഠിക്കണം. ഇത് ഒരു വിഭാഗത്തിന് മാത്രമല്ല. അവള് കോടതിയിൽ പോയി വിവാഹബന്ധം ഏർപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ 8-ാം തീയതി. ആര്? നിങ്ങളെ വലിയ ആളുകളെ പിണറായിയുടെ മോള് വീണ തൊലാക്ക് ആവശ്യപ്പെട്ട് വന്നിരിക്കുന്നു. തൊലാക്കില്ലെങ്കിലോ? തൊലാക്കില്ലെങ്കിൽ അവനേറ്റ് കഴിയേണ്ടി വരും. ഇനി ഓൾക്കോ ഈ തൊലാക്കോട് കഴിഞ്ഞു നോക്കാം. ആ സാധുവിന് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുകയാണ്, ഇപ്പൊ പോയപ്പം ആ പറഞ്ഞുണ്ടല്ലോ ഓനക്കായി മറ്റൊന്നാന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചറിഞ്ഞൊരു വകുപ്പില്ല. കാരണം മുത്തലാക്കില്ലാത്തതുകൊണ്ട്. മുത്തലാഖ് ഉണ്ടെങ്കിൽ എന്താ സ്ഥിതി? മുത്തലാഖിനുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി പെണ്ണുങ്ങൾ ചോദിച്ചു വാങ്ങുന്നുണ്ട്. എന്താണെന്നറിയോ? കള്ളുടിയനാണ്, ഒരു ഉപകാരമില്ല, ചെലവിനും തന്നെയില്ല. അപ്പോ അഡ്വക്കേറ്റ് മറിയമ്മാന്റെ അടുത്ത് ഒന്ന് പറയാം, മാർച്ചിക്കേര് വക്കീലന്മാരുടെ അടുത്തും ഒന്ന് പറയുന്നുണ്ട്. എന്ത്? ഒന്ന് ചെല്ലിയാൽ അതിന്റെ യുദ്ധകാലം കഴിഞ്ഞാൽ ചിലപ്പോ ഓനും വീണ്ടും തെരഞ്ഞു തരുമോ? അതിന് നിങ്ങൾ ആ 3 വാങ്ങിയിട്ട് തരുമോ? പെണ്ണുങ്ങൾ മുത്തലാഖ് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അവസാനത്തെ പൂട്ടുകൂടലാണത്. പെണ്ണുങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. ഇത് 3 ചവിട്ടുപടിയാണ്. 3 ചവിട്ടലല്ല, 3 ചവിട്ടുപടിയാണ്. അതിനിടയിൽ മക്കളെ കാര്യം ഓർത്ത് തിരിച്ചു വരാൻ തോന്നിയാൽ തിരിച്ചു വരാൻ. ഇനി വേറെ രസം, എന്തെങ്കിലും ഒരു പണക്കണ്ടുണ്ടാകുമ്പോഴത്തിന് എടുക്കാനുള്ളൊരു വടിയല്ല ഈ തൊലാക്ക്. എന്തെങ്കിലും ഒരു അസ്വാരസ്യ അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫഅ്ലൂഹുന്ന, നിങ്ങൾ ഉപദേശിക്കുക. എന്നിട്ടോ നന്നാകണില്ലേ? നമ്മൾ വീട്ടിൽ ചെന്നപ്പോ ഓള് ചന്ദനമായ പരസ്പരം ഇതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ചോറുമില്ല, ചായയില്ല, കഞ്ഞിയില്ല. മോളെ, ഇതൊന്നും നല്ലൊരു ഏർപ്പാടല്ല. കുട്ടികൾ ചോദിച്ചു ജാവ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാന്ന് കിട്ടുക. കുട്ടികളാണെങ്കിൽ കട്ട പോകാൻ പോകും. അങ്ങനെ പഴുത്ത ഇലക്കായി വയറുകൊട്ടിട്ട് കിടക്കുക. ഇവൾക്ക് പോകും തുലാമാസമായ രീതിയിലെങ്കിലും ചന്ദനമയുണ്ടല്ലോ എന്നുള്ള അതിലിങ്ങനെ ആലോചിച്ച് നല്ല ഹാപ്പി ആയിട്ട് കിടക്കുക 37. അപ്പൊ ആ ഒരു സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉപദേശങ്ങൾ വരും, പൊട്ടലും ചുറ്റലും വരും. കൂടെ യോജിക്കുന്നവർ തമ്മിൽ തെറ്റും. അതെല്ലാവരും ഏട്ടനാഞ്ചന്മാർ തെറ്റൊരു കുടുംബത്തിൽ. അതിനാണെങ്കിൽ വേറെ പോകാറുണ്ട്. അതിന് ഈ വിവാഹിതരായി ഒരു റൂമിൽ കിടക്കുന്ന താമസിക്കുന്നവർക്ക് എന്തായാലും പൊട്ടലും ചുറ്റലും ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ബൈക്കും മണ്ടല്ലോ തീർച്ചയായിട്ട് പോകണം. അത് ആരാന്നറിയോ? ഒന്നിക്കലോ അധികം ആയിട്ടില്ല അവരെ കല്യാണം കഴിഞ്ഞിട്ട്, അല്ലെങ്കിലോ ഓരോ മാപ്പിളി പെണ്ണുങ്ങളെല്ലാം ഓരോ പുതിയാപ്പിളിയും പുതൊന്നും അല്ല, അല്ലെങ്കിൽ അധികമായിട്ടുണ്ടാവില്ല. രണ്ടാലൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഇങ്ങനെ തോന്നും ഓല മാതിരി ആയെങ്കിലും ഓല് 2-3 കല്യാണം കഴിഞ്ഞ് നോക്കട്ടെ, നമ്മളെ മാതിരി ഓല് പോകും. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം പുതിയാപ്പിള ആണ്ട് പറയും ഓള് കേൾക്കുന്ന, പിറ്റത്തെ 6 മാസം ഓള് ഇങ്ങോട്ട് പറയും പുതിയാപ്പിള കേൾക്കുന്ന, പിന്നെ ഒരു 2 കൂടി പറയും നാട്ടുകാർ മുഴുവൻ കേൾക്കുന്ന. അറിയാങ്ങൾ അതാണ് വിവാഹത്തിന്റെ സ്വഭാവം. ആ വിവാഹത്തിന് പടച്ചുറപ്പ് വെച്ച നിയമമാണ് എന്തെങ്കിലും ഒരു ഏടാകൂട അവസരം വന്നാൽ ഫഅ്ലൂഹുന്ന, വഅദ് ഉപദേശം കൊടുക്കുക. എന്നിട്ടോ ഒരു മാറ്റമില്ല. ഫഹ്ജുറൂഹുന്ന, കിടപ്പറയിൽ വെടിയ. ശരിക്ക് കേൾക്കണം, കിടപ്പറയിൽ വെടിയ എന്ന് പറഞ്ഞാൽ റൂം മാറലാണ്, വീട് മാറലല്ല. കിടപ്പറയിൽ വെടിയ. വേറെ റൂമിലേക്ക് താമസം മാറ്റുക. കുറച്ചൊരു കഥബുദ്ധിയുള്ള പന്ത്രണ്ടോളൂ, ഒന്നും വേണ്ട. നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനെ തിരക്കുണ്ടായി നോക്കുക. അപ്പോൾ അവളെ ഒന്ന് വെടിഞ്ഞു വേണം. കുട്ടികളും കൂടി ഇങ്ങനെ കിടന്നു പറഞ്ഞാണ്. അപ്പോൾ ഓളോളെ പായും തലേനെയൊക്കെ എടുക്കാൻ ഓള് കോണിക്കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കാരും നാത്തുംകുട്ടി ചോദിക്കുക, എന്താന്ന് പടയാൻ? അത് മതി ഈ കാര്യം ചെയ്യാൻ, അത് മതി. ആ ചോദ്യം മതി. അതിനാണ് പടച്ചം വെച്ച നിയമം. കിടപ്പറയിൽ വെടിയില്ല. റൂം മാറലാണ്, വീട് മാറലല്ല. ശരിക്കും കേൾക്കണം. എന്നിട്ട് ഫളിബൂഹുന്ന, അത് കഴിഞ്ഞിട്ടാണ് മുറിയാവാത്ത അടി. ബാപ്പ കുട്ടികൾ നേരാവാൻ ചെയ്യുന്നത് പോലെ, പെൺകുട്ടികൾ നന്നാവാൻ ചെയ്യുന്നത് പോലെ ഉള്ളൊരു ചെറിയ പ്രഹരം. അവിടെ പരിധി വിടാൻ പാടില്ല. അള്ളാഹു അംഗീകരിക്കൂല. ചെറിയൊരു പ്രഹരം. അതിലും നന്നായില്ലെങ്കിൽ ബന്ധുക്കളിൽ നീതിമാന്മാരായ സാക്ഷികൾ വന്നിട്ട് കൂടിയാലോചിക്കുക. അതിലും നന്നായില്ലെങ്കിലാണ് പിന്നത്തെ കൈത്ത് ത്വലാഖ്. ആ ത്വലാഖ് എന്ന് പറഞ്ഞ സംഭവം നടത്തിയാൽ പിന്നെ ഓള് ഗർഭിണിയാണോ അല്ലേ എന്ന് കാത്തിരിക്കുന്ന കാലാണ് ഇദ്ദ. ആ ഇദ്ദ ഇരിക്കേണ്ടത് എവിടെ? ശരിക്കും കേൾക്കണം മനുഷ്യന്മാരെ. നമ്മളെ നാട്ടിൽ നടക്കുന്നത് എന്താ അറിയോ? കാര്യം തീർത്താ ഓള് പൊട്ടിയും പേരെടുത്ത് പോവാൻ.
സൂറത്തു ത്വലാഖ് ശരിക്കൊന്ന് പഠിച്ച് മനസ്സിലാക്കി നോക്കി. എല്ലാ ആലിമീങ്ങളും ഒറ്റക്കെട്ടാണ് അതിൽ. എന്താ? ഭർത്താവിന്റെ വീട്ടിലാണ് ഇരിക്കേണ്ടത് മക്കളെ, ഭർത്താവിന്റെ പേരിലാണ് ഇരിക്കേണ്ടത്. അവളെ പുറത്താക്കരുത് എന്ന ആണിനോടും പുറത്തു പോകരുതെന്ന് പെണ്ണിനോടും ഖാലിഖായ റബ്ബ് പറയാൻ. എന്താ കാരണം? ഓളിഞ്ഞാണ്ട് പോയി നോക്കുക, പോയി എവിടെയെങ്കിലൊക്കെ വിലസിണ്ട് വരുമ്പോൾ ഇത് ആരെ കുട്ടിയാന്ന് പിന്നെ വൃത്തം കിട്ടൂല. ഇത് കാക്കാൻ വേണ്ടി അള്ളാഹു 3 മാസത്തോളം അവിടെ ഇരിക്കുക. ആലോചിച്ച് നോക്കണം. യുദ്ധകാലം, ഈ യുദ്ധകാലത്തിന്റെ ഇടയിൽ ഈ ഇരിക്കുമ്പോൾ ചങ്ങായി ഇങ്ങനെ ഡൈനിങ്ങാളിൽ കൂടി ആണ്ടുകൊണ്ടിങ്ങനെ പോകുമ്പോ എന്താ ഇപ്പൊ ഞാൻ ഇരുന്നിട്ടെന്ന് തോന്നി നന്നായി കിട്ടിയാൽ നന്നായി പൊട്ടച്ചിട്ടാണ് അവിടെ തന്നെ ഇരിക്കുന്നത്. അങ്ങനെയല്ല, കുറച്ച് കഴിഞ്ഞ് അങ്ങനെ തോന്നുന്നേ എന്താ ഇപ്പോ ഇക്കൊന്നുമില്ല തന്നക്കൊന്നുമില്ല അങ്ങനെ നന്നാലാണ്, അങ്ങനെ നന്നാൽ അതിന് അവിടെ തന്നെ ഇരിക്കാൻ പറയാം. ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് മുത്തഫരീദ് ഓതിയിട്ട് ഗ്രേറ്റീച്ചര് ചൈനയിൽ പോയി സനത് വാങ്ങിയിട്ടാണ് മുത്തലാഖിനെ കുറിച്ച് വർത്തമാനം പറയേണ്ടത്. ഒരു ആളും വേണ്ട വിധം ജലീലിനെ എതിർത്തില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. EMS പറഞ്ഞതിനേക്കാൾ അപകടമാണ്. EMS പറഞ്ഞത് 2 പെണ്ണ് കെട്ടാൻ അള്ളാഹ് പറഞ്ഞാൽ ആ അള്ളാഹ് നമുക്ക് വേണ്ട എന്നാണ് ഒരു വാക്ക്. മറ്റൊന്ന് EMS എന്ന് പറഞ്ഞത് ഇസ്ലാമിക ശരീഅത്ത് പ്രളയം വരെ നിലനിൽക്കണം എന്ന വാദം അന്ധമായ സാമൂഹ്യ വിരുദ്ധ നയമാണ്. അതാണ് പണ്ട് EMS പറഞ്ഞത്. ജലീൽ പറഞ്ഞത് എന്താ? മുത്തലാഖ് മനുഷ്യന്മാർക്ക് പറ്റുന്ന ഏർപ്പാടല്ല. 1. 2, മതപണ്ഡിതന്മാർ വൈകിയെങ്കിലും കാര്യം മനസ്സിലാക്കും. അത് എല്ലാ ആലിമീങ്ങൾക്കും ബാധകമാണ്. എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട്. അതിനെ എതിർക്കേണ്ട ഇസ്ലാമിക ഡ്യൂട്ടി എല്ലാവർക്കും ഉണ്ട്. ഇന്ന് മുസ്ലിം യൂത്ത് ലീഗാണ് പച്ചയ്ക്ക് അത് PM സ്വാദിഖ് അലിയും ഞങ്ങളുടെ സുബൈറും ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവരുടെ മഹിളാ വിഭാഗക്കാർ യോഗം ചേർന്നു. എന്നിട്ട് അവർ പറയുന്നു ബഹുഭാര്യാത്വവും ത്വലാഖും നിരോധിക്കണം. ത്വലാഖിന്റെയൊക്കെയുള്ള സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റൗ കൊട്ടി മരിച്ചതും തൂങ്ങിച്ചാലും ത്വലാഖ് വെച്ചതെന്തിന് അതിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ത്വലാഖ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ നമ്മുടെ ഭാര്യ മറ്റൊരാളുമായി ബൈക്കിൽ പോകുന്നു, ഒരു റൂമിൽ താമസിക്കുന്നു, ബന്ധപ്പെടുന്നു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവളെ ഒഴിവാക്കാൻ വകുപ്പില്ലെങ്കിൽ പിന്നെ ഓളേറ്റ് മരണം വരെ ചെയ്യേണ്ടി വരും. അത് ഏത് അന്തസ്സുള്ള ഒരു പുരുഷനാണ് ആഗ്രഹിക്കുക? ഇത് പറയുമ്പോൾ സഹോദരിമാർക്ക് എതിരല്ല. ഇത് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് അവനാൻ്റെ ആങ്ങളിനെ പറ്റിക്കാൻ. നാത്തൂനില്ലേ, നാത്തൂന് പെരുന്നാൾ പോവുകയാണ്, പെണ്ണുങ്ങളെ നാത്തൂന് പെരുന്ന് പോവുകയാണ്. ഓളെ പിന്നെ നമ്മൾ കാണുക പല സ്ഥലത്തുനിന്ന് മോശമായ സ്ഥിതിയിലാന്ന് ബോധ്യമാണ്. അപ്പൊ സ്വന്തം ആങ്ങളിനോട് നമ്മൾ എന്താ പറയല്? എന്താ അവളെ വെച്ചേക്കണം എന്നാണോ? അതിന് പഠിച്ചുണ്ടാക്കിയതാണ് ഈ ത്വലാഖ്. ത്വലാഖ് ഇല്ലാത്ത സമൂഹത്തിൽ എന്താ ഉള്ളത്? ഓളെ തന്നെ മരിക്കോളം ചെയ്യണം, എന്നിട്ടോ ഒരു തോന്നിയ പോലെ ജീവിക്കും. അത് പറ്റൂലല്ലോ. വിശ്വാസം വേണം, പരസ്പരം വിശ്വാസം വേണം. പക്ഷെ ദുരുപയോഗം ചെയ്യുന്നതിന് നമ്മളെന്ത് വെച്ചു? ഈ മൊബൈൽ ഇതുകൊണ്ട് രാത്രിയിൽ എനിക്ക് വയറുവേദന കൂടിയാൽ എനിക്ക് ഒരു വണ്ടിക്കാരനെ വിളിക്കാം, എന്റെ കാമുകിയെ വിളിക്കാനും ഈ മൊബൈൽ തന്നെയാണ്. അത് ദുരുപയോഗമാണ്, ഇത് ഉപയോഗമാണ്. അള്ളാഹു ഹൈറിന്റെ പാതയിൽ ഉപയോഗിക്കാൻ ആ ത്വലാഖിന്റെ കാര്യം. അതിന് പടച്ചോനൊരു ബ്രേക്ക് കണ്ടോ നിങ്ങൾ? അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്. അള്ളാഹുവിന് ഹലാലായതിൽ ദേഷ്യമുള്ളതാണ് ത്വലാഖ്. വല്ലാത്തൊരു വർത്താനാണ്. എന്ത് ഹലാലാണ്? ഭക്ഷണം കുടിക്കൽ ഹലാല, ചായ കുടിക്കൽ ഹലാല, ഇതൊക്കെ ഹലാലായ കാര്യങ്ങൾ. എനിക്ക് കല്യാണത്തിന് പോകുന്നത് ഹലാലാണ്. എന്നാൽ അള്ളാഹു പറയുന്നു പാടുള്ളതിൽ ചെയ്യാൻ പറ്റണേല് അള്ളാഹ്ക്ക് ദേഷ്യമുള്ള കാര്യത്തോ ത്വലാഖ്. അതില്ലാതെ വെച്ച് കഴിഞ്ഞാൽ അപകടം ഞാൻ പറഞ്ഞു. എന്നാലോ അള്ളാഹ്ക്ക് കോപമുണ്ടാവും എന്ന് മാത്രമല്ല പടച്ചവൻ ഒന്നുകൂടി പറഞ്ഞു, ഒരു പെണ്ണിനെ ഒരാൾ ത്വലാഖ് ചെല്ലുമ്പോ അർശ് കുലുങ്ങുന്നാ പറഞ്ഞത്. അർശ് കുലുങ്ങും. അത്രക്കും പേടിപ്പിക്കുക, അത്രക്കും പേടിപ്പിക്കുക. ഈ ത്വലാഖൊക്കെ പറഞ്ഞിട്ട് ആയത്തിന്റെ അടുത്ത് റബ്ബ് പറയണെന്താ അറിയാം? ഞാൻ പെൺകുട്ടി അനുസരണുള്ളവളായി വന്നാൽ ജോള മേലില് വേറെ വഴി തേടല്ലോ. കണ്ടോ, ഇത്ര ദയാലുവായ ഖാലിഖായ റബ്ബിന്റെ മതത്തെയാണോ ഇത്ര ധിക്കാരപരമായിട്ട് ഈ സമൂഹത്തിൽ വലിച്ചെടുത്ത് ചർച്ച ചെയ്യുന്നത്? ആലോചിക്കണം. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം അതാണ്. അപ്പൊ പറയുമ്പോ ബഹുഭാര്യാത്വം നമുക്ക് പണി എന്താ? നമ്മൾ ഒന്നിനേറ്റം നല്ല പോലെ ഇറക്കാൻ പറ്റാൻ നടക്കുക. ആർക്കും ഈ ബഹുഭാര്യാത്വം? ബഹുഭാര്യാത്വം ഒരു മനുഷ്യന്റെ ഭാര്യ വാദം പിടിച്ച് കുഴഞ്ഞെടുക്കുക. ഈ സമയത്ത് കുറെ ഷർത്തും വർമ്മം പാലിച്ചുകൊണ്ട് അവളെ സമ്മതത്തോടു കൂടി ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ ഭാര്യമാർ അവർക്ക് അസുഖം വന്നപ്പോ അവരിങ്ങോട്ട് പറഞ്ഞിട്ട് നിന്റെ വഫാത്തിന് ശേഷം
മനുഷ്യ ഇട്ടതൊക്കെ തിരുമ്പാനും നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരാനും ആരാ ഉള്ളത്? അതുകൊണ്ട് നിന്റെ സ്വയബോധത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരാളെ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് സമ്മതത്തോടു കൂടി കൊണ്ടുവന്ന ബഹുഭാര്യാത്വമാണ് ഇസ്ലാമിൽ പറയുന്ന ബഹുഭാര്യാത്വം. അല്ലാണ്ട് വയനാട് പോയിട്ട് ഒന്ന് ഇട്ടുക, മണ്ണാർക്കാട് പോയി വേറൊന്ന് ഇട്ടുക. എന്നിട്ടോ നോക്കണം, ഒറ്റ കല്യാണത്തിന് തന്നെ നിയമമുണ്ടല്ലോ. ഒറ്റ കല്യാണത്തിന്റെ നിയമം എന്താ? വിവാഹത്തിന്റെ ചെലവത്താൽ അതിനാവുന്നുണ്ടെങ്കിലേ പെണ്ണെട്ടാൻ പറ്റുള്ളൂ. പെണ്ണ് രണ്ടും വേണം, വിവാഹത്തിന് ആവശ്യം വേണം, ചെലവും വേണം. ഏതെങ്കിലും ഒന്നുണ്ടായാൽ പറ്റില്ല. ഒരു ചങ്ങായിക്ക് നല്ല ആവശ്യമുണ്ട്, പെണ്ണെട്ടാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പേഴ്സിലൊരു നയാ പൈസ ഇല്ല മുട്ട, ഓനക്ക് ഇത് പറ്റൂല. പഠിച്ചോ പോലെ രണ്ടും വേണം. ഇനി പൈസ ഉണ്ടെങ്കിൽ കൂട്ടുക, 1500 അല്ലാത്തത് കൊണ്ട് ഓൻ്റെ അടുത്ത്, എന്നാലോ ഓനക്കൊരു പൂജയില്ല, ഓനെ ദേശീയ ഒന്ന് വലിച്ചുകൊണ്ടാനും പറ്റൂല. അതന്നെ ഇത് അവിടെ നിന്നൊരു പെണ്ണ് മര്യാദ കെട്ടിക്കോളെ ഓനങ്ങനെ കൊണ്ടാവും. രണ്ടും കൂടി ആവശ്യം വരണം. എന്നിട്ട് ഒരു മനുഷ്യന്മാരവസ്ഥയുള്ള ചിലർക്കൊക്കെ എത്ര ചോറുന്നാലും പൂജയില്ല. തിന്നതിന്റെ മേലെ പിന്നെയും തിന്നു, അയ്യത്തം കുടിക്കും, പിന്നെയും തിന്നു. ഇതെന്ത് തീറ്റിയാന്ന് ചോദിക്കും. ഇതുപോലെ ചില മനുഷ്യന്മാര് അവന്റെ ആവശ്യം അതിലടങ്ങാതെ പോകാൻ നോക്കുക. അതിന് പടക്കം വെച്ചിട്ടുണ്ട് സുലാസ വറുപ 2, 3, 4 ഇതൊക്കെ വരുമ്പോ കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് പടച്ചവൻ അവിടെയും ബ്രേക്കിട്ടിരിക്കുന്നു. എന്ത് അവിടെയും ബ്രേക്കിട്ടിരിക്കുന്നത്? നീ ഭയപ്പെടുന്നില്ല എങ്കിൽ എന്ത് ഇവർക്കിടയിൽ നീതി പുലർത്താൻ നിനക്ക് കഴിയാതെ വരികയാണെങ്കിൽ നിനക്ക് ഒന്നാണ് നല്ലത്. കാരണം ഇത് ഒന്നിനെ തന്നെ കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ട് കെട്ടിയൊക്കെ അറിയുള്ളൂ. ഇത് 2 പോകുമ്പോ ഇല്ലേ ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾക്കറിയില്ലേ, ഖദീജ ബീവിയുടെ മാല കണ്ടിട്ട് എനിക്ക് ഖദീജാനെ ഓർമ്മ വന്നു എന്ന് ആരംഭ റസൂല് പറഞ്ഞപ്പോ ആയിഷ ബീവിക്ക് ചൂടായ കഥ നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുത്തുകൊണ്ടാണ്. പെണ്ണിന്റെ സ്വഭാവം ഒരിക്കലും അവൾ മറ്റൊരാളെ കൂടെ വെക്കുന്നതിനോ അവളെന്റെ ഭാര്യയാന്ന് പറയുന്നതിനോ ഒരിക്കലല്ല, ആരും സമ്മതിക്കൂല. പക്ഷെ എന്തിനാണ് പിന്നെ ഈ ബഹുഭാര്യാത്വം? ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം കിടന്നുറങ്ങലും നടക്കണമെങ്കിൽ അത് കല്യാണത്തിൽ കൂടെ മാത്രമേ പാടുള്ളൂ എന്നുള്ളതിനാണ് ഈ ബഹുഭാര്യാത്വം. മനസ്സിലായില്ലേ? എങ്ങനെ ഒരു ഭാര്യയുണ്ട്, അപ്പോ അവൾ വെച്ചെടുക്കുകയുണ്ട്. അപ്പൊ ഓനക്ക് 15ന്റെ അടുത്തൊരു ബോധം, ഹോംനേഴ്സൊക്കെ പെരയുണ്ടല്ലോ. അപ്പൊ ഓന്റെ പെണ്ണുങ്ങൾ പറയാണ് അതിനിപ്പോ സാരില്ല, അങ്ങനെ പറഞ്ഞാൽ കുടുങ്ങിയില്ലേ. അതിന് അള്ള പറയണം അങ്ങനെ പറ്റൂലടോ, നീ അവളെ ഭാര്യയാക്കി കല്യാണം കഴിക്കും. കല്യാണത്തിലൂടെ അല്ലാതെ ആ ലൈസൻസ് ഇല്ലാതെ സംസർഗമില്ല, ബന്ധമില്ല, അതിന് വേണ്ടി വെച്ച ഒരു ക്രൈം മാത്രമാണത്. ഇതിനൊക്കെ ദുരുപയോഗം ചെയ്ത് നീങ്ങാൻ. എന്നിട്ട് നമ്മൾ അണിഞ്ഞ അങ്ങനെ നടന്ന് കെട്ടാനാണ്, നമ്മൾ അണിഞ്ഞ അങ്ങനെ കാര്യം തീർക്കാനാണ്. അതൊന്നുമല്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ പൂച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്താണത്? ഇവിടെ തുപ്പുക എന്നാണ് അതിനെ എഴുതിയിരിക്കുന്നത്. എന്തിനാണ് അതിന്റെ അർത്ഥം? എല്ലാവരും വെറുതെ വന്നു തുപ്പ് അല്ല. അല്ലെങ്കിൽ ദുന്യാവി എവിടുന്നെങ്കിലും തുപ്പാൻ മുട്ടി അവിടുന്ന് ബസ് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ വന്ന് തുപ്പണം എന്നാണോ? അല്ല. അവിടെ നിൽക്കുമ്പോൾ തുപ്പാൻ മുട്ടുകയും തുപ്പിയെ തീരൂ എന്ന് വരികയും അങ്ങനെ വരികയും ചെയ്താൽ മറ്റെവിടെയും തുപ്പരുത്, ഇതിൽ തുപ്പുക എന്നാണ്. ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ നേരെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ ചട്ടി ഉണ്ടായതുകൊണ്ട് പരപ്പനങ്ങാടിക്ക് പോകണമെന്ന് വണ്ടി ആയിക്കൂടി തിരിച്ചിട്ട് തുപ്പിയിട്ട് പോകണം എന്നല്ല. തുപ്പാൻ മുട്ടുമ്പോൾ ഇടങ്ങറായാൽ അവിടെ തുപ്പാനാണ്, ഇടങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാനാണിത്. ഇതിനെ തെറ്റിദ്ധാരണാജനകമായിട്ട് പറയുന്നവരൊക്കെ ഇത് പഠിക്കാതെ പറയാമെന്ന് മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഇത് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്നത് എന്നുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് വേറൊരു പാർട്ടിയിൽ വിശദീകരിക്കാൻ പറ്റുമോ? അങ്ങനെ തൊക്കണ്ട് വന്ന് നന്നാവുമ്പോൾ ഇപ്പത് കണ്ടില്ലേ, ഓരോരുത്തരും കീഴ്മേൽ വന്നുകൊണ്ടിരിക്കുക. അരാജകത്വത്തെ വർദ്ധിച്ചു. കോടതി നല്ല വിധി വരണി. എന്താ കോടതി എന്നുള്ള വിധി? നമ്മളമ്മ പുതിയ ഇറങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. ഏതാ വയസ്സ്? ഞാൻ എപ്പോൾ പറഞ്ഞാൽ കുഴപ്പമാവും. ബഹുഭാര്യാത്വം കൂടുതൽ നമ്മളിലൊന്നല്ല. ബഹുഭാര്യാത്വം കൂടുതൽ എവിടെയാണെന്ന് പഠിക്കേണ്ടതുണ്ട്, പലർക്കും ഉണ്ട്. അപ്പോൾ ഈ നരേന്ദ്രമോദി തന്നെ ഒരു പെണ്ണുങ്ങളെ നല്ലപോലെ നോക്കിയിട്ടില്ല ആ കേസിലാ. ഈ കാർൽ മാക്സിന് 2 പെണ്ണുങ്ങളുണ്ട്. ഹെലന എന്ന് പറഞ്ഞൊരു പെണ്ണും, അതേപോലെ ജെന്നി എന്ന് പറയുന്ന വേറൊന്നും. അപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ അത് വെപ്പാട്ടിയായിട്ട് ഒന്നേ ഭാര്യയുള്ളൂ, മറ്റേതിനെ കൊണ്ടുവരുത്താണ്. ഇസ്ലാം പറയുന്നത് പറ്റില്ല. 2നും കല്യാണം കഴിക്കണം, ഭാര്യയായ ചെലവിനെടുക്കണം, അതിനെ നോക്കണം, കുട്ടി ഉണ്ടെങ്കിൽ മുലപ്പാൽ നോക്കണം, കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. കാര്യം തീർക്കാവരെ തൊലാക്ക് ചെല്ലിയാവരെ മുലപ്പാൽ കൊടുക്കാനുള്ള ചെലവ് കൊടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. നോക്കണം.
ഭാര്യ അല്ലെങ്കിൽ തോന്നിയ മാതിരി ആവും, അവൾക്ക് ഡ്രസ്സ് എടുത്തുകൊടുക്കൂല, അവന്റെ മറ്റു കാര്യം മാത്രമേ അവനെ നടത്തുള്ളൂ. പടച്ചവൻ പറയുന്നത് വിവാഹം ഉണ്ടെങ്കിൽ ഓളെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് വെച്ച നിയമമാണ്. അപ്പോൾ അതാ കോടതിയിൽ ഇങ്ങനെ ഓരോ നിയമം, ദിവസം ഓരോ നിയമം. എന്താ 18 വയസ്സായ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന കാര്യത്തിലുള്ളൊരു അങ്കലാപ്പ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. എന്താ അതുകൊണ്ടുള്ള കുഴപ്പമെന്നറിയോ? കുട്ടികളൊക്കെ ഒന്ന് കാണുന്നതും കേൾക്കുന്നതൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് കുട്ടികളിങ്ങനെ കോടതിയിൽ ഹാജരായിട്ട് മോളെ ആരെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ജഡ്ജിയുടെ ചോദ്യത്തിന് ഉത്തരം ഇവന്റെ പിന്നാലെ പെറ്റ തള്ള നോക്കി നിൽക്കുമ്പോൾ പാല് കൊടുത്ത് തേന് കൊടുത്ത് വളർത്തിയ ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് പോവുകയാണ്. ഒരു കേസിൽ വിധി പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ പെൺകുട്ടി ഓമനിച്ച് വളർത്തിയ ഇളയ മോനേറ്റ് ഓടിയാണ്. ഞാൻ ചോദിച്ചു ഇയാളോട് എന്താ അങ്ങനെ പോയാൽ, ഈ കുട്ടീനെ കണ്ട അവൾക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ പോയത്. എന്നിട്ടും മനസ്സിലായില്ല, ഞാൻ അവൻ്റെ കൂടെ പോകുന്നത്. ജാതി മാറിപ്പോയി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമുക്കൊക്കെ പെൺകുട്ടികളും മറ്റുണ്ട്. ഈ സമയത്താണ് കോടതിയിൽ ഒരു വിധി. എന്താ വിധി? ഞാൻ പറയുന്നു, ശരിക്കും കേൾക്കണം. ഇങ്ങനെ പേക്കരുതേക്കിട്ടാണ് ഉണ്ണീന്നിട്ട് വിരിയുമ്പോഴേക്ക് എന്ന് നമ്മൾ പറയുന്നില്ല. ബുലൂഗ് എത്തുന്നതിന്റെ മുമ്പ് കല്യാണം കഴിച്ചോണ്ടിരുന്നു. പ്രായപൂർത്തിയുടെ അടയാളം അത് ഭാര്യ വീട്ടിൽ പോയതിന്റെ ശേഷം ബുലൂഗായ സഹോദരിമാരുണ്ട്. അങ്ങനെ ചിലർ പറയലുണ്ട്, ഞങ്ങൾക്ക് അവിടുന്നാണ് ആർത്തവൊക്കെ ഉണ്ടായതെന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നോ അവിടുന്നൊക്കെ മാറി. എന്നാലോ ഇതിപ്പോ തന്നെ കല്യാണം വേണ്ടാന്ന് 25, 20, 30 വയസ്സിലേക്ക് പെൺകുട്ടികൾ പോയപ്പോ കാടിക്കോട്ട് കൂടി, തട്ടിക്കൊണ്ടതിന് കൂടി, വടക്കായന് കൂടി, കല്യാണം ഇല്ലാന്നേ ഉള്ളൂ, മറ്റേർപ്പാടുകളൊക്കെ നടക്കുന്ന സാഹചര്യം വരും എന്ന് ഭയപ്പെട്ടപ്പോഴാണ് ആലിമീങ്ങളെന്ന് പറഞ്ഞിട്ട് പോക്കർ സാഹിബ് എന്ന് പറയുന്ന ലീഗുകാരൻ സ്പെഷ്യൽ മാരേജ് ആക്ട് ചർച്ചക്കെടുത്തപ്പോ അവിടെ പോയി പറഞ്ഞു, ഈ ടീമിന് നിന്റെ സമുദായത്തിന് ഒന്നും ഒഴിവാക്കി തരണം. അങ്ങനെ നെഹ്റു ഒന്ന് ഒഴിവാക്കി തന്ന് അതിന്റെ പിൻബലത്തിലാണ് ഈ 18 നിയമം വരുന്നത് വരെ നമ്മളെ വെല്ലിമ്മയും ഒക്കെ പുതിയെന്നറിഞ്ഞത് എന്ന വസ്തുത നാട്ടുകാരറിയണം. എന്നാൽ MP ഗംഗാധരന് മന്ത്രിസ്ഥാനം പോയത് 18 വയസ്സിന് മുമ്പേ മോളെ കെട്ടിച്ചു കൊടുത്തു എന്ന കാരണത്താലാണ്. എന്നാൽ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പാക്ക് മന്ത്രിസ്ഥാനം പോകാതെ പോയത് പോക്കർ സാഹിബ് ദീനിനനുകൂലമായി പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് നമുക്ക് നേടിയെടുത്ത് തന്നതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോ ഇനി എന്താ സ്ഥിതി? ചെറുപ്പത്തിൽ തന്നെ കല്യാണം വേണമെന്നല്ല, കുറച്ചൊക്കെ പോന്നോട്ടെ, നല്ലതാണ്. എൻ്റെ മോൾക്ക് 20 വയസ്സാണ്. പക്ഷെ എൻ്റെ ബേജാറുണ്ട് എനിക്ക്. കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ TV, ഇന്നത്തെ കാഴ്ച, ഇന്നത്തെ ബസ് യാത്ര, ഇന്നത്തെ ടൂറ്, മറ്റുള്ളതൊക്കെ ഉണ്ട് വരുമ്പോ നമുക്കൊരു അങ്കലാപ്പില്ലേ? അപ്പൊ ഹലാലായ രീതിയിൽ എന്റെ കുട്ടിനെ ഒരാളെ ഏൽപ്പിച്ചാൽ അവന്റെ കൂടെ ബൈക്കിൽ പോയാൽ അൽഹംദുലില്ലാ ഞാൻ നോക്കണ്ടല്ലോ. എന്റെ കുട്ടിക്ക് ഹലാലായ ജീവിതം കിട്ടിയാൽ വഴി വേച്ചിലല്ലോ എന്ന് ബാപ്പ എന്ന നിലയ്ക്ക് എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോഴാണ് കോടതിയിൽ ഒരു വിധി. എന്താ വിധി? വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ വിവാഹമായി പരിഗണിക്കേണ്ടതാണ്. എങ്ങനെ? കല്യാണത്തിന് മുമ്പ് നടക്കുന്ന ബന്ധങ്ങളൊക്കെ കല്യാണമായി കണക്കൂട്ടേണ്ടതാണ്. അപ്പൊ എങ്ങനെ ക്ഷണക്കത്തടിക്കുക? ക്ഷണക്കത്തപ്പം എങ്ങനെ അടിക്കുക? എങ്ങനെയെന്നറിയാം, എന്ന് ഉച്ചയ്ക്ക് ഏർപ്പാട് നടന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് വൈകിട്ട് നടക്കുന്ന വിവാഹത്തിലും സൽക്കാരത്തിലും എല്ലാവരും പങ്കെടുക്കുക. ഒന്ന് ആലോചിച്ചോട്ടെ. കോടതിയിൽ നിന്ന് വരുന്ന വിധികൾ ഇങ്ങനെ, ഏകസിവിൽ കോടതിക്ക് വേണ്ടിയിട്ട് മോഡി അങ്ങനെ, KT ജലീൽ ഇതിനെതിർത്തുകൊണ്ട് ഇങ്ങനെ, ഇതെല്ലാം കൂടി ഒരേ തൂവൽ പക്ഷികളായി വന്നാൽ ഇതിന്റെ കേട് ആരാ അനുഭവിക്കുക? പൊന്നു മക്കളെ, ഈ നന്മക്ക് വേണ്ടിയാണ് നമ്മൾ രാജ്യത്തിറങ്ങി പ്രവർത്തിക്കുന്നത്. എന്നാലോ ഇതൊക്കെ കീഴ്മേൽ മറിയുന്ന അരാജകത്വം വരികയാണ്. കുട്ടികൾ ഒന്നിച്ചിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ചെറുവേലയെ വെച്ച് കോളേജ് ക്യാമ്പസിൽ പ്രസംഗം നടക്കുന്നു. പിണറായിയിലെ ആളുകളെ കുറ്റവാളികൾ മുഴുവൻ പുറത്തുവിട്ടിരിക്കുന്നു. മദ്യം ഓൺലൈനാക്കുന്നു. മദ്യം ഓൺലൈനാക്കിയാൽ എന്താണെന്ന് വെച്ചാൽ, ഓൺലൈനാക്കിയാൽ സ്ലിപ്പായിട്ട് പോയാൽ മതി. ക്യൂ നിൽക്കണ്ട, എല്ലാവർക്കും കിട്ടും ചെയ്യും. ഓൺലൈനൊക്കെ നല്ലത് പൈപ്പ് ലൈനാക്കണം, എന്നാൽ അതിനെക്കായും കിട്ടും. ഓൾസിട്ട് എടുക്കും ചെയ്യാം, അഥവാ ഒരു ടാപ്പ് പൊട്ടിയാൽ മലർന്ന് കുടിക്കും ചെയ്യാം. നല്ല സൗകര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മദ്യം ഓൺലൈനാക്കുന്നു എന്നുള്ളത് വർദ്ധിപ്പിച്ചു. ഞാനിത് തമാശക്ക് പറയല്ല. മദ്യത്തിന്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനായി ഗവൺമെന്റിന്റെ തീരുമാനം. ലുലു സെന്ററുമായിട്ടൊക്കെ സെന്ററിൽ എവിടെ തുറന്നറിയപ്പങ്ങള് KT ജലീലിന്റെ മണ്ഡലമായ തവനൂരിലെ കണ്ടനകത്ത് തുറന്നു കഴിഞ്ഞു. കണ്ടനകത്ത് CP ബാബാജിയുടെ വീട് കഴിഞ്ഞാൽ ആ കണ്ടനകം എടപ്പാളിക്ക് പോകുമ്പോ
ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് അവിടെ ഒരു ധർണ ഉണ്ടായിരുന്നു. എല്ലാവരും കേൾക്കണം ആരാണ് അതിന് പ്രസംഗിച്ചത്. എല്ലാവരും കേൾക്കണം ആരാണ് അതിന് പ്രസംഗിച്ചത്. SKSSF പ്രതിനിധിയിലേക്ക് പ്രസംഗിച്ചത് കാസിം ഫൈസി പോത്തനൂർ. അപ്പൊ സമസ്ത പിന്തുണ ഈ കാര്യത്തിൽ നമ്മളൊപ്പുണ്ട്. AP വിഭാഗത്തെ പ്രതിനിധികൾക്ക് പ്രസംഗിച്ചത് സിദ്ദീഖ് അയിലക്കാട്, പന്താവൂർ ഇർഷാദിയ യതീംഖാനയുടെ സെക്രട്ടറിയാണ്, എന്റെ സുഹൃത്താണ് സിദ്ദീഖ് അയിലക്കാട്. എഴുതി വെച്ചോ. ഈ ഭരണം വരാൻ വേണ്ടി അധ്വാനിച്ച പല ആളുകളുണ്ട്. നല്ലവര് മാറി ചിന്തിക്കുമ്പോ പല ആളുകളും ഇപ്പോഴും മർക്കടമുഷ്ണിയായിരിക്കുക. ഞങ്ങളെങ്ങനെ പറയാ ഈ ഗവൺമെന്റിനെതിരെ? ഞങ്ങളെങ്ങനെ ഈ ഗവൺമെന്റിനെതിരെ പറയാ? ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളോ ഓരോന്നോരോന്ന് കണ്ടില്ലേ? ഓരോ അറബ് ഭാഷയിൽ നിൽക്കുന്ന വേറെ തീരുമാനമുണ്ട്, അറബ് ഭാഷയിൽ നിൽക്കുന്ന തീരുമാനം വേറെ വന്നിട്ടുണ്ട്. പള്ളിയിൽ തർക്കം വന്നാൽ ഉടനെ ഓർഡർ ഇടുകയാണ്, പൂട്ടിക്കള. അവർക്കെന്താ ഒരു പ്രശ്നമില്ല. ഇന്നലെ കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ചയാണ്. എന്താ ചർച്ച? ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം. അപ്പൊ ആയിഷാപ്പറ്റി പറയുന്നു പള്ളിയിലേക്കും മുസ്ലിം പെണ്ണുങ്ങൾ പോകാനുള്ള സാഹചര്യം ഒരുക്കണം. ആദ്യം മൂപ്പത്തിൽ ഒരു നിസ്കാര കുപ്പായം അടിച്ചിട്ട് പോരെ ആ വർത്താനം. ആയിഷാപ്പറ്റി അതിന്റെ ആളല്ല. നേരത്തെ താടി ചർച്ച വന്നപ്പോ താടിയില്ലാത്ത ലീഗുകാരൻ എങ്ങനെയാ താടി ചർച്ച ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ 5 വക്ത നിസ്കാരത്തെ കുറിച്ച് ചിന്തിക്കാത്ത ആയിഷാപ്പറ്റി എങ്ങനെ പെണ്ണുങ്ങളുടെ പള്ളി പ്രവേശനത്തെ കുറിച്ച് പറയുന്നത്? ആലോചിച്ച് നോക്കൂ. മുമ്പ് ചേകനൂരായിരുന്നു ഇവർക്ക് ക്ലാസ് എടുത്തിരുന്നത്. കേട്ടിട്ടില്ലേ? മുത്തലാഖിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യുമ്പോ എനിക്ക് അയാളെ ഓർമ്മ വരികയാണ്. അവനാന്റെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാനുള്ളതല്ല ഈ ഇസ്ലാമും ദീനും പരിശുദ്ധമായ ശറവും. അവനാന്റെ സൗകര്യം നോക്കിയിട്ടാണോ? ഇപ്പൊ ചേകനൂര് മൗലവി പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നാല് മൂപ്പർക്ക് സുബൈക്ക് നീക്കാനൊരു മടി. അപ്പൊ മൂപ്പര് പറഞ്ഞു സുബൈ ഒന്നുമില്ല. അപ്പൊ മൂപ്പരോട് ആൾക്കാർ പറഞ്ഞു പിന്നെ എത്ര ഇല്ല, 2-3 വക്ത് ഉണ്ടാവും. മറ്റൊക്കെ ഇടങ്ങറായ നേരത്തുള്ള നിസ്കാരം. ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് മനുഷ്യരൊന്ന് കിടക്കണ നേരത്ത്, രാത്രി ഇങ്ങനെ ഉറങ്ങണ നേരത്ത്, സുബൈന്റെ നേരത്താ പുലർച്ചയ്ക്ക്. അപ്പോഴല്ലേ മനുഷ്യന് മനസ്സറിഞ്ഞ് ഉറങ്ങുക. എന്നിട്ട് മൂപ്പര് ആയത്തില്ല ഇക്കല്ലിഫുല്ലാഹു നഫ്സനില്ല ഉഷാഹ. കഴിയാത്ത ഒരു കാര്യം അള്ള ഒരാളോട് കേൾപ്പിക്കൂല. അല്ല ആയത്ത് അത് മൂപ്പര് കുറ്റിപ്പുറത്തേക്ക് വരിക. കണ്ടനകത്തുനിന്ന് ഓട്ടോറിക്ഷ കയറിയിട്ട് പട്ടാപ്പകൽ പരിശുദ്ധ റമദാനിൽ മൂപ്പര് നല്ല സ്ട്രോങ് ചായ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉപ്പക്ക് കാണിച്ചു തന്നു. ആ ഫാൻ ഇട്ട് നിൽക്കുന്ന അയാളാണ് ഈ ചേകനൂര്. അപ്പൊ ഞാൻ എൻ്റെ ഉപ്പാനോട് ചോദിച്ചു അയാൾക്ക് നോമ്പില്ലായിരുന്നു. അപ്പൊ എൻ്റെ മാലിന്റെ പ്രസിഡന്റ്, ഇപ്പത്തെ മാലിന്റെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ മുസ്ലിയാർ കൂടെ ഉണ്ടായി. മൂപ്പര് ചോദിച്ചു അല്ല ഇതെന്താപ്പോ പകലല്ലേ റമദാനല്ലേ, യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല, അതിനായിട്ട് 10 രൂപയ്ക്ക് ഓട്ടോറിക്ഷ വെച്ച് വന്നിട്ടായി മനുഷ്യൻ യാത്രക്കാരനാണ് പറയാനേ. അവനാന്റെ ഇഷ്ടത്തിന് എന്തൊരു കഥയാണെന്നറിയാം. നമ്മൾ വിചാരിക്കണമാതിരി ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? എല്ലാം കീഴ്മേലും അറിയാം. അറബ് ഭാഷയിൽ നിൽക്കുക, മദ്യം ഓൺലൈനാക്കുക. യാതൊതായി മഞ്ചേരിയിൽ 5 കിലോ കഞ്ചാവുമായി 5 ആളെ കൂടി സ്കൂൾ വരാന്തന്റെ പരിസരത്ത് മുഴുവൻ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഇന്നലെ മാത്രം മലപ്പുറം ജില്ലയിൽ 3 കുട്ടികളെ തട്ടി കൊണ്ടുപോയിട്ടുണ്ട്. എന്താ കാരണം അറിയോ? പിടിക്കുന്നതൊക്കെ എങ്ങനെയാണ് യെസൈനെ തട്ടിക്കൊണ്ടുപോയില്ലേ ട്രെയിനിൽ. ഇതിനകത്ത് കുട്ടികളാണ്. യെസൈനെ അവന്റെ പേരെന്താ? ശാന്തി ഭൂഷൺ. നല്ല സമാധാനമുള്ള മനുഷ്യനാ. പേര് തന്നെ അങ്ങനല്ലേ. 25 കേസിൽ പ്രതിയാണ്. തടിയിൽ സക്കീർ ഹുസൈൻ വേറെ, അവിടെ സിദ്ദീഖ് വേറെ. എല്ലാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കൊക്കെ ഒരു ജീവൻ വെച്ച കാല. അവരൊക്കെ ഓരോന്നും ഇതുപോലുള്ള ഏർപ്പാട്. എന്നിട്ട് ഈ പുലുമാലിസൊക്കെ നടക്കുമ്പോ ഒരു പെൺകുട്ടി പത്രസമ്മേളനം നടത്തുമ്പോ ആ പെൺകുട്ടിക്കെതിരെ രാധാകൃഷ്ണൻ വർത്താനം പറയാ, മഹിളാ അസോസിയേഷൻ ശൈലജ ടീച്ചർ വർത്താനം പറയാ. ഈ വർത്താനൊക്കെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ച മനുഷ്യന്മാരെ? ഇത്തരം വിഷയം വരുമ്പോ 14 ആൾക്കുണ്ടാകുന്ന ഒരാളെ പേരാണ് സഖാവ് VS അച്യുതാനന്ദൻ. ഈ കുട്ടികളെ പെരുമാനൊക്കെ വരുമ്പോ മൂപ്പര് അപ്പൊ കഴിഞ്ഞ പാവങ്ങളായ പെൺകുട്ടികളെ കണ്ടു വരും. ഈ പെൺകുട്ടികളെ വിഷയം ഒന്നും വന്ന് ഇയാളൊന്നും മുന്നില്ല. കാരണം എന്താ? അയാളെ ശുദ്ധിന്റെ അപകടത്തിലാണ്. ഇനി പെൺകുട്ടികളെ കാലം നോക്കിയാൽ നടക്കാൻ പറ്റും. എന്നിട്ട് ഇന്നാൾ ആ സൗമ്യ വധക്കേസിൽ ഗോവിന്ദസ്വാമിയെ വെറുതെ വിടുന്നു. ഗോവിന്ദസ്വാമിനെ വെറുതെ വിടുമ്പോ നിങ്ങൾ ആലോചിക്കണം, സുപ്രീം കോടതിയിൽ നിന്നാണ് അയാൾ വിധി വാങ്ങുന്നത്. ഒറ്റക്കയ്യനായാൾ ഭിക്ഷ വാങ്ങാൻ ഒരു കഴിയുള്ളൂ. ട്രെയിനിൽ കാശ് വെച്ച് നടക്കുന്ന ഇവർക്ക് സുപ്രീം കോടതിയിൽ ഒരു വക്കീല് അപേക്ഷിക്കാൻ ലക്ഷക്കണക്കിന് ഉറുപ്പിക ഒരു വക്കീൽ അവിടെ നീട്ടിക്കാൻ. ആ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് ഇത് വാദിക്കുന്നതെന്ന് വക്കീലിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് മുംബൈയിലെ ലഹരി മാഫിയയുടെ സഹായം ഉണ്ട്. അതൊക്കെ ഈ കണ്ണി എത്ര മഹത്തരാണ്. അപ്പോ ആ ഗോവിന്ദസ്വാമിനെ തൂക്കിക്കൊല്ലണമെന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞു.
അപ്പോൾ അച്യുതാനന്ദ പറയാ തൂക്കിക്കൊല്ലണ്ട. കാരണം ഇങ്ങനത്തെ വിഷയത്തിൽ മൂപ്പരെ ശിക്ഷ എന്താ പറയാ പത്രേ, ഇങ്ങനത്തെ ഈ കുലുമാലീസിലൊക്കെ മൂപ്പർ ഇവിടെ ഉന്നാപ്പാക്കെതിരെ ഇയാൾ പറഞ്ഞ വർത്താനം എന്താ അറിയാം, ഉടുതുണിയില്ലാതെ നടുറോഡിലൂടെ കേക്കോട്ടും പടിഞ്ഞാട്ടും തൂക്കണേനൊക്കെ രക്ഷത്താണല്ലോ മൂപ്പർക്ക്. മൂപ്പര് നല്ലൊരു ന്യൂറോളജിസ്റ്റാണ് ഗണേഷ് കുമാർ പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ മൂപ്പരെ ശിക്ഷ അതാണ്. മൂപ്പർക്ക് തൂക്കിക്കൊല്ലുന്നത് അത്ര കൗതുകം ഉണ്ടാവില്ലല്ലോ, തൂക്കിക്കൊല്ലാൻ ഇതാണ് കൗതുകം മൂപ്പര്. ഒന്ന് ആലോചിച്ചു, തോന്നിയത് പോലെയാണ്. ഇപ്പോ ഒരു സംഭവമില്ല, റേഷൻ കാർഡ് കാര്യം ഒരു കൊല്ലത്തിന് റേഷൻ കാർഡ് ഇറങ്ങില്ല. നിങ്ങൾ അറിഞ്ഞോളി. ഇന്ന് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചു, ഇതിനിപ്പോൾ തീരുമാനമാകുമ്പോൾ തന്നെ എത്ര വരികയാണ്. അപ്പം ഇന്നലെ ഞാൻ പറമ്പളക്കാൻ പോയിട്ട് അവിടുത്തെ വില്ലേജ് മാൻ റിട്ടയർഡാണ്. ഞാൻ അയാളോട് ചോദിച്ചു, അല്ല ഇപ്പോൾ സഖാവുണ്ട്, നല്ല സഖാവാണ്. ഞാൻ മത്സരിച്ചപ്പോൾ എൻ്റെ കൂടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാൻ പഞ്ചായത്തിലായിരുന്നപ്പോൾ ഉണ്ടായതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഒരു കൊല്ലം എങ്ങനെ ആയാലും പിടിക്കൊല്ലം എന്താ പിടിക്കാതിരിക്കോ, എന്താ സ്ഥിതി? കൈക്കോട്ടിളക്കണ മഴമുട്ടിയാക്ക എക്സ് മിലിറ്ററിയാണ് ഇതിൽ റേഷൻ കാർഡിൽ. ഈ വില്ലേജ് ഓഫീസറായ ഇയാള് BPL ആണ്. ഇയാൾ BPL ആണ്. അപ്പൊ ഇയാളിനോട് പറയാണ്, ഞാൻ ശരിക്കും എഴുതി കൊടുത്തിക്കണേ, ഞാൻ പെൻഷൻ പറ്റിയ ആളാണ്, ഞാൻ സർക്കാർ സർവീസിന് തരുവാണ്. ഇവര് BPL ആക്കിയാൽ ഞാൻ എന്താ കാട്ടുന്നത്? വേറെ കള്ളനോട് പറയട്ടെ, ഞാൻ BPL ആയിരുന്നു, ഇതുവരെയും BPL ആണ്, കാലം ചെയ്യാത്തവനാണ് എൻ്റെ പുതിയാപ്പളി, എൻ്റെ കുട്ടി. എനിക്കാണെങ്കിൽ ഓരോ ഏജിൽ എനിക്ക് തിരിയും വെച്ചാൽ ഞാൻ BPL ആണ് ആയിരുന്നു ഇതുവരെ. ഇപ്പം അത് മാറിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിപ്പോൾ എയർടെല്ലിലേക്കായിരുന്ന അത് പോയിട്ടാണ് ശരിയാക്കി കളിയാണ്. LDF വരും, എല്ലാം ശരിയാവും തന്നെ അറിഞ്ഞാലേ. നമ്മൾ പറഞ്ഞില്ലേ ശരിയാക്കും, അച്യുതാനന്ദനെ ശരിയാക്കും, ശരിയാക്കിയില്ലേ? എല്ലാവരും ശരിയാക്കി. ഓരോന്നും KSRTC ശമ്പളമില്ല. ശബരിമലയുടെ മുമ്പ് റോഡ് നന്നാക്കണമെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും ഉണ്ടാക്കണം. ഇതുവരെ ഉണ്ടായിട്ടില്ല. മഴ ഗംഭീരമായി, ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളി. അടുത്ത ഈ 1500 നിരോധിച്ച ഇതിനേക്കായി അപ്പുറം ഈ കാലം കുടിവെള്ളത്തിനുള്ള നമ്മളെ വാച്ചിൽ നോക്കിക്കോളി. തുലാമാസത്തിലാണ് ചൂടെടുത്തിട്ട് നമ്മൾ ഇടങ്ങറാകുന്നത്. തുലാമാസത്തിൽ പെരുമഴ പെയ്യേണ്ട സമയമാണ്. ഖാലിക്കായ റബ്ബിന്റെ പരീക്ഷണം അതികഠിനായി വന്നുകൊണ്ടിരിക്കുക. മഴ ഒന്ന് നന്നായി പെയ്യുകയാണെങ്കിൽ റോഡ് നല്ലപോലെ നിൽക്കൂല, കേടേറേണ്ട സമയമായി. മഴ പെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ. പക്ഷെ വടകര ഭാഗത്ത് കണ്ട് പോകുമ്പോൾ പടുകുണ്ടിലാണ് കാണുന്നത്. പടുകുണ്ടിൽ തവനൂർ മണ്ഡലത്തിൽ MSF കുഴി എണ്ണി ഇപ്പം അടുത്ത് മൊത്തം മന്ത്രിക്ക് ആ കുഴിയുടെ എണ്ണം കൊടുത്തു. കുഴി എണ്ണ റോഡ് നേരാക്കാൻ ഇവർക്ക് നേരമില്ല. പുസ്തകം അച്ചടിച്ചിട്ട് സ്കൂളിൽ പരീക്ഷണം കൊണ്ട് എത്തിക്കാൻ നേരമില്ല. ഫോട്ടോസ്റ്റാറ്റാണ് കൊടുക്കുന്നത്. എൻ്റെ അയൽവക്കത്തെ ചെക്കൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വീണത്. ചെക്കൻ്റെ അമ്മാനോട് പറഞ്ഞു, എനിക്ക് ഫോട്ടോസ്റ്റാറ്റ് കാണാല്ലേ, ഞാൻ എന്തൊക്കെ എഴുതാന്ന്. ചെക്കൻ്റെ അമ്മ പറഞ്ഞു, ആരാണ് എനിക്ക് ഫോട്ടോസ്റ്റാറ്റ് തന്നത്? എൻ്റെ ക്ലാസ്സിലെ ലീഡർ റിയാസ് തന്നതാണ്. എന്നാൽ റിയാസ് ഉത്തരം എഴുതിയ ആൻസർ പേപ്പർ ഒരു കോപ്പി കിട്ടാൻ മതി, അതിൻ്റെ ചിലപ്പോൾ അനുഭവം കിട്ടുന്നതാണ്. ഭയങ്കര മാർക്കേ. ബുദ്ധിജീവിയാണ് ആര് വിദ്യാഭ്യാസ മന്ത്രി. ആ അബ്ദുറബ്ബ് നല്ലപോലെ അത് കൊണ്ടുവരുന്നത്. ബുദ്ധിജീവി എന്താണ്ട അല്ലേ? കോഴ്സൊന്നും പാസ്സായിക്കാൻ നന്നാണെന്നില്ല. നമ്മുടെ നാട്ടിൽ സൂപ്പറായി ബിരിയാണി വെക്കും നമ്മൾ പണ്ടായി. നേരെ മറ്റു ഹോട്ടൽ മാനേജ്മെന്റിന് അത്ര ഉഷാറുണ്ടാകണമെന്നില്ല അല്ലേ? അല്ലേ? നമ്മുടെ നാട്ടിൽ സെനറ്റ് വാങ്ങിയ മൂല്യന്മാർ ചില ആൾക്കാർ മൂല്യം തോന്നുമ്പോൾ ചില പ്രയാസം ഉണ്ടാവും. എന്നാൽ അതിനപ്പുറമായി സൂപ്പറായി ഒരു ഹൗസിൽ വെള്ളം വരുന്നതാണ്. എന്താ കാരണം എന്നറിയോ? അതൊരു പരിചയം അല്ലേ? അതൊരു പരിചയം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അബ്ദുറബ്ബിന് ഇതൊരു പരിചയം. അബ്ദുറബ്ബിന് ഇതൊരു പരിചയമാണ്. അബ്ദുറബ്ബിന് മനോഹരമായി കൊണ്ടുവരുന്നിരുന്നു. ഇതൊക്കെ കീഴ്മേൽ പറഞ്ഞു. അബ്ദുറബ്ബിന് വിവരില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പുസ്തകം മര്യാദക്ക് എത്തിക്കാൻ നേരമില്ല, റോഡ് നേരാക്കാൻ നേരമില്ല. നോക്കണേ, ഒരു മന്ത്രി 4 മാസമായി നായ്ക്കളായിട്ട് കെട്ടിമറി കഴിഞ്ഞിട്ട് ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അക്രമകാരികളായ നായ്ക്കളെ കൊല്ലുന്നതന്നെ. നായ്ക്കളെ ഇപ്പൊ കിട്ടുന്നു. കാരണം അക്രമകാരികളെ കണ്ണൂർ നിയന്ത്രിക്കാൻ പറ്റാത്ത നിങ്ങൾ നമ്മളെ നിരക്കാറില്ലേ? ആര് നായ്ക്കൾക്കൊക്കെ കടിമുട്ട് ഓർക്ക് ചോദിക്കാനും പറയാനോ ഒരു മേനകാ ഗാന്ധിയെങ്കിലും ഉണ്ടേ. നമുക്ക് ആരാളത് ഈ കടിയുള്ളതെന്നല്ലാതെ തീവ്ര 5 ആളെയാണ് നായാണ്ട് കടിച്ചത്. അക്രമകാരികളായ നായ്ക്കൾ നമ്മൾ നായ്ക്കൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു നായും സമ്മതിക്കും ഞാനൊരു അക്രമകാരിയാണ്. നായ്ക്കൾക്ക് നാളെ കഴിഞ്ഞ ദിവസം ഏതോ പത്രം കടിച്ചിരുന്നു, അവനെ പറ്റി വാർത്ത ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ പേപ്പറാണ് കടിച്ചിരുന്നു. നായ്ക്കൾ കമ്പ്യൂട്ടർ യുഗത്തിൽ നായ്ക്കളല്ല, കുറച്ച് തൻ്റെ റൈറ്റ് ഞങ്ങൾക്ക് ഉണ്ടാവൂലേ. അതിൻ്റെ അടുത്തല്ല അതിന് ടോട്ടലെത്തി ഞങ്ങൾ പറഞ്ഞത് എന്തൊരു കഥ. ഇപ്പം പറഞ്ഞു അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാവുന്നതാണ്. കേട്ടി ജലീൽ അത് കേട്ട് ജോസ് മാവേലി എന്ന് പറഞ്ഞൊരു ചങ്ങാതി നായ്ക്കളെ നിരത്തിയാണ് കൊന്നതിന് ശേഷം ആ പഞ്ചായത്തിൽ വന്നിട്ട് SI കൊണ്ട് ഇയാളെ കല്യാണം വിളിച്ചാൽ കൊണ്ടുപോയി. അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാന്ന് ഇവരൊറ്റക്കാണ് പറയാം.
ഒരു മുത്തലാഖ് ചർച്ച ചെയ്യാം. മനുഷ്യന്മാരെ മൊത്തം നായ്ക്കൾ കടിക്കുമ്പോൾ അത് നിയന്ത്രിക്കാൻ നേരമില്ല. അതാണ് മുത്തലാഖിന്റെ ചർച്ച. ഈ കഴിയാൻ വേണ്ടി ചെയ്യാനാണ് കൊണ്ടുപോയി. കാരണം എന്താ അറിയാം, നായ്ക്കൾ അക്രമകാരികളാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ വന്നത്. അപ്പൊ ഈ സൂചി അടിച്ചിട്ട് നായ്ക്കളൊക്കെ കെറുക്ക് കണ്ടപ്പോ അക്രമകാരികളല്ല എന്ന് ബോധ്യായി. ചത്താ പിന്നെ ആരാ നീച്ചെടുക്കല്? ആരോടാണോ ഈ പറയുന്നത്? ജീവൻ പോയ നായ്ക്കൾ അക്രമകാരികളല്ല എന്ന് ബോധ്യായി. ഇതിനൊന്നും ഇവർക്ക് നേരമില്ല. എന്നാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പഠിച്ചോ, പൊതുയോഗം വെക്കുന്ന മാർക്സിസ്റ്റുകാരൻ പഠിച്ചോ, നിങ്ങളുടെ ഭാരവാഹികളിൽ എത്ര പേർക്ക് ജോലി കൊടുത്തു? ഈ ഗവൺമെന്റ് വന്നിട്ട് ഈ ഗവൺമെന്റ് വന്ന് 4 മാസം കഴിയുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് ശ്രീമതി ടീച്ചറും മോന് ജോലിയായി, ശൈലജ ടീച്ചറും മോന് ജോലിയായി, മരോൾക്ക് ജോലിയായി, കോലിയക്കോട് കൃഷ്ണനാഥൻ മോനിക്ക് ജോലിയായി, ആനത്തലവട്ടം ആനന്ദന്റെ മോനിക്ക് ജോലിയായി, പിണറായിയുടെ കല്യാണം കഴിച്ചു കൊടുത്ത് ഈ ഇളച്ചിയുടെ അവിടുത്തെ അളിയൻ പെണ്ണെട്ടി കൊടുത്ത നവീന് എന്ന് പറഞ്ഞ ചങ്ങായിക്കും ജോലിയായി. കാരണം തക്കയത്തിന് ചെന്നപ്പോ സാറേ നമ്മൾ വരൂലേ, വരും. അപ്പോഴോ എവിടെയൊക്കെ വരും, എല്ലാം ശരിയാകും, ഓർക്ക് ശരിയാക്കി കൊടുത്ത്. മറ്റോനോ തൂത്തുപറമ്പിലെ എക്സസൈസുള്ള കുടുംബത്തിന് ജോലിയില്ല, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ജോലിയില്ല. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ. കാനൂര് അബ്ദുറഹ്മാനെ നിർത്തിയ ജയൻ നടന്ന് പ്രസംഗിച്ചു കൊടുക്കുക, കവനൂര് ജലീലിനെ നിർത്തിയ സഖാവ് കൂട്ടായി ബഷീർ പ്രസംഗിച്ചു കൊടുക്കുക, നിയാസിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസംഗിച്ചു കൊടുക്കുക, തിരൂര് ഗഫൂർ പി ലില്ലീസ് ബേക്കറി മുതലാളി ഓനെ സ്ഥാനാർത്ഥിയാക്കിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അംസക്കുട്ടി പ്രസംഗിച്ചു കൊടുക്കുക. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പൊ ഷവർമ്മയുടെ കമ്പിയുടെ സ്ഥാനത്താണ്. ഈ വേവും ചൂടും കൊള്ളലും ബാക്കിയെന്നല്ലാതെ വേറൊരു അലാഹരും ആ സാധുക്കൾക്കില്ല. പിന്നെ ഈ ചെറുനാരങ്ങമെന്ന് വെക്കുന്ന കുളിര് മാത്രം. അതാണ് ഇപ്പൊ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഇപ്പോൾ ഒരു പണിയില്ല. ഇവർക്കൊക്കെ വേണ്ടിയിരുന്നായിരുന്നു ഓരോ അരിവാഴ്ചകളൊക്കെ മത്സരിച്ചൂടെ? അതല്ലേ ആണത്വം. അബ്ദുറഹ്മാൻ എല്ലാം അവിടെ നിർത്തേണ്ടത്. അവിടെ അരിവാളിൽ ജയം മത്സരിക്കണം. എന്നാൽ ഞങ്ങൾ ചെയ്ത പണി എന്താ അറിയാം? നിങ്ങളെ ലതിക കുറ്റ്യാടിയിൽ അരിവാളായിട്ട് നിന്നപ്പോ ആറ്റപ്പൂ തങ്ങൾ പാറക്കൽ അബ്ദുള്ളയെ ആപ്പ കൂപ്പ കപ്പും ശ്വാസറിലും ഓട്ടോറിക്ഷയിലും അല്ല കോണി ചിഹ്നത്തില കുറ്റ്യാടിയിൽ കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ചിട്ട് ജയിച്ചിട്ട് ഞങ്ങളുടെ നിയമസഭയിൽ ഇരിക്കണം. എത്ര ആളുകൾ നിങ്ങളെ കോട്ടയിലാണ് ഞങ്ങളെ ഷാജി ജയിക്കണം. ഷാജി കരക്ക് നടന്ന് വോട്ട് ചെയ്തപ്പോ നികേഷ് ടെൻസിലിറങ്ങി വോട്ട് ചോദിച്ചത് അറിയങ്ങള്. അവിടെയാ ഞങ്ങളെ KM ഷാജി 4000 വോട്ടിന് ജയിക്കുന്നത്. ഷംസുദ്ദീനെതിരെ നീ ചെല്ലാത്തും ദിക്കറുണ്ടാവും. ഞങ്ങൾ അവിടെ ജയിച്ചില്ലേ? ഞങ്ങൾ ഇവിടെ ജയിക്കാത്ത എന്റെ കുഞ്ഞാപ്പ ജയിച്ചില്ലേ? ഞങ്ങൾക്കെതിരെ പലയിടത്തും പോയി, പല കോലത്തിലും നീങ്ങി. എന്നിട്ട് നിർത്തിയിൽ കൂടുതൽ ആളുകളെ ഞങ്ങൾ ജയിപ്പിച്ചെടുത്തു. എന്നാ നിങ്ങളെ വില്ലാളികന്മാർ ഒരുപാട് തോറ്റിട്ടുണ്ടല്ലോ, ഒരുപാട് ആളുകൾ തോറ്റിട്ടുണ്ടല്ലോ. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളിപ്പോ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒന്നല്ല ജോലി, അവനാന്റെ ആൾക്കാർക്കാണ്ട് കൊടുത്ത് ഇത് അറിഞ്ഞപ്പോ ബഹളായപ്പോഴാണ് ഫേസ്ബുക്കില് SFIക്കാരും DYFIക്കാരൊക്കെ ഫേസ്ബുക്ക് ഇട്ടു. എന്ത് ടീച്ചർ കഴിഞ്ഞ ഭരണത്തില് മരോൾക്കും ജോലി എടുത്തിക്കണം. അപ്പൊ പിണറായി പറഞ്ഞു അത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞു എല്ലാവരും അറിഞ്ഞിരിക്കണേ. ഇപ്പൊ ടീച്ചർ പറയാണ് അന്ന് ആ ചെയ്തത് ശരിയായില്ലെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അതിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് അന്ന് പറഞ്ഞില്ല. അന്ന് മരോൾക്ക് ലോക ചരിത്രത്തിൽ അമ്മായിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് മരോൾക്ക് സർക്കാർ ശമ്പളം കിട്ടിയ ഏത് അമ്മായിമ? ശ്രീമതി ടീച്ചറും ഏകം മരോള് ഈ പെൺകുട്ടി അല്ലാതെ വേറെ ആരാണ്? അങ്ങനെ ഒരു മരോള് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വേറെ ഉണ്ടോ? എന്നിട്ട് ടീച്ചർ പറയാണ് അന്ന് ഞാൻ ചെയ്തത് ശരിയായില്ലാണ് ഇപ്പൊ തോന്നുന്നത്. അത് 5 കൊല്ലം കഴിഞ്ഞ് ശമ്പളം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 10 കൊല്ലം കഴിഞ്ഞ് ശ്രീമതി ടീച്ചർ ആ ശമ്പളം വാങ്ങിയിട്ട് അത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാ കാര്യം? അതേതാണെന്നറിയാം. എന്റെ നാട്ടിൽ ചെങ്ങായി ദുബായിക്ക് പോയി. ആദ്യത്തെ മാസത്തെ ശമ്പളത്തിൽ ദിനാറ് 100 അധികം കിട്ടിയാണ്. ആദ്യം ചെന്നൈക്ക് അറബി കൊടുത്ത ശമ്പളത്തിൽ 100 ദിനാർ അധികം. ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് കട്ടിലുമലൊക്കെ കിടന്ന് ചാടി കളിച്ച് മൊബൈലൊക്കെ എടുത്തിട്ട് തിരയിട്ട് അറബി വിചാരിച്ച മാതിരി ഒന്നെല്ലാം ചോദിച്ചതിനൊക്കെ എപ്പോഴാ ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടന്നു. അറബികൾക്കൊരു സ്വഭാവമുണ്ട്. ഈ റൂമിൽ ചിലപ്പോൾ 100, 50 കട്ടിലിൻ്റെ തൊട്ടും തലാൻ്റെ തൊട്ടൊക്കെ വെക്കും. എന്തിനാ അറിയാം? ഈ വന്നവൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാനാണ്. ഈ 100 അവൻ അധികം കൊടുത്തു. എന്ത് ഭയങ്കര ഹാപ്പിയായി. പിറ്റത്തെ മാസം ശമ്പളം കൊടുത്തപ്പോൾ അതിൽ 100 ദിനാർ കുറവാണ്. 100 ദിനാർ കുറഞ്ഞേക്ക് ഇവൻ്റെ കയ്യും കാലും കഴിഞ്ഞ് ഉറക്കില്ല. ഉറക്കത്തിൽ നീക്കിറക്കൽ തുടങ്ങി. പെരേൽക്ക് വിളിക്കാൻ തോന്നും വിളിക്കൂല, പിന്നെയും വിളിക്കണമെന്ന് തോന്നും ഉറക്കില്ല. അപ്പൊ ഇതിൽ 100 കുറവാണ്, അതിൽ 100 അധികമാണ്. ഇവൻ ഷേഖിനോട് 100 ദിനാർ ഇതിൽ കുറവുണ്ട്.
പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ മാസം 100 അധികം ഉണ്ടായപ്പോൾ എൻ്റെ തന്നെ തെരഞ്ഞെടുക്കല്ല, കഴിഞ്ഞൊരു 100 അധികം അന്ന് തെരഞ്ഞെടുക്കല്ല, നമ്മൾ അടുത്തേക്ക് പറയല്ല. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി, അത് ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഇതിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, അത് ലാഭമുള്ള ക്ഷമയുള്ള, അത് അധികമുള്ള ഭയങ്കര സംഭവമല്ലേ. ടീച്ചർ പറയാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ്, അത് ലാഭമായിപ്പോയി. എന്നിട്ട് പാവം ജയരാജൻ ആ സാധനം എന്താണ് അത് ഈ അതിൻ്റെ മോനല്ലല്ലോ നിയമിച്ചത്, ശ്രീമതി ടീച്ചർ മോനല്ലേ. എന്നാൽ ശൈലജ ടീച്ചർ സ്വന്തം മോനെ കണ്ണൂർ എയർപോർട്ടിൽ, മരുവാളെ ഇൻഫ്രയില്, ടി നവീൻ എന്ന ചെങ്ങായിനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ ബോർഡിൽ ആര്, ഈ ശൈലജ ടീച്ചർ ആരാ ഈ നവീൻ എന്നറിയാം. ഈ നവീന് എവിടുന്നാ വന്നതെന്ന് നോക്കിയപ്പോ ഒരു ചെങ്ങായി പെണ്ണെട്ടി കൊടുത്താണ്. അവിടുന്ന് ആരാ പെണ്ണെട്ടിക്കുന്നത് നോക്കി, സാക്ഷാൽ പിണറായി, അവിടുത്തെ മരുവാൻ. ആ മരുവാന്റെ അവിടുത്തെ ഇളച്ചി ഇല്ലേ, അളിയനില്ലേ, ആ അളിയെ പെണ്ണെട്ടി കൊടുത്ത് അവിടുത്തെ അളിയുണ്ട്, ഓന്റെ സെക്കൻഡിക്കാൻ ജോലി നവീന്. അപ്പൊ എന്നാ ഇവരൊക്കെ അഴിമതിക്കാര് തന്നെ ഇല്ല. പിണറായി സ്വന്തം കുടുംബത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ഇ.പി. ജയരാജൻ അത് ചെയ്തിട്ടില്ല, സ്വന്തം മോനെ നിയമിച്ചിട്ടില്ല. ഇ.പി. ജയരാജൻ നിയമിച്ചത് ശ്രീമതി ടീച്ചർ മോനെയാണ് അല്ലേ. ജയരാജൻ സ്വന്തക്കാരെ നിയമിച്ചിട്ടില്ല. എന്നാൽ ശൈലജ ടീച്ചർ രാജിവെക്കണ്ടേ? ഇവർക്കൊക്കെ ചീത്തപ്പേരുണ്ടെന്നിട്ട് ആ സാധുവിനെ രാജിവെച്ചിട്ടില്ല. അതൊരു എന്താ പാവം. അത് പണ്ട് മുഹമ്മദ് അലി മരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇങ്ങനെ ചാനലിൽ ചോദിച്ചു, ഇങ്ങനെ മുഹമ്മദ് അലി ഇക്കളെ ഇഹലോകവാസം വിളിച്ചിട്ടുണ്ട്, ഓ നല്ലൊരു കളിക്കാരനാണ് രീതി കളയാറുണ്ട്. അപ്പൊ ആരോ ചോദിച്ചു, അയാള് ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഏത് മയമാലിനാണ്, ഞാൻ മറ്റേ മയമാലിനാണ് വിചാരിച്ചു. എന്നാ അങ്ങനെ ഒരു മയമാലി വേണ്ട ഇവിടെ, അങ്ങനെ ഒരു മൊമാലി ഇവിടെ ഇല്ലല്ലോ, വേറൊരു മൊമാലി നമ്മൾ കാണണ്ടേ. എന്നാലോചിച്ചൊക്കെ വെറുതെ പറയാം. നാളെ ഉറിയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ മൂപ്പര് വന്നിട്ട് ഉറി നാട്ടി കെട്ടി അങ്ങനെ തന്നെ അല്ല, മൂപ്പർക്ക് ഉണ്ട് ഉറി, കാട്ടുപോത്തിനുണ്ട് ശങ്കരാണ്ട്, മൂപ്പരോടൊക്കെ എന്താ ചോദിച്ചത്, എന്താ കാര്യം, ഒരു കഥയും ബുദ്ധി ഉണ്ടായിട്ടല്ല. ആ സാധു എന്തെങ്കിലും കണ്ട് വിളിക്കറിയാം. ആ കൂട്ടത്തിൽ ആ സാധുവിനോട് ഇതിലാണ്ട് ഒപ്പിട്ട ആളാന്ന് ആര്, പിണറായി ഒപ്പിടവാടിച്ചു. അങ്ങനെയാണ് ഈ സാധു കൊടുക്കുന്നത്. എന്നിട്ട് മൂപ്പര് ആ കുടിച്ച് നാട്ടേ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വനം വകുപ്പ് തേക്ക് നിർത്തിയിട്ടാക്കിയത് ക്ഷേത്ര കമ്മിറ്റിക്ക്. അതിനേക്കായി വലിയ കൊടുക്കി. അതേതുപോലെ പണ്ട് മൊയ്ലിയുടെ കായ് കട്ടിട്ട് വിറ തീരാൻ വേണ്ടി വരുത്തേ ആ പള്ളിയുടെ മുമ്പിലുള്ള മേശപ്പെട്ടി കിട്ടത്ര അവൻ്റെ വിറ തീരാണ് ആര്, മുസ്ലിയുടെ കായ് കട്ടാറ് എന്ന പോലെ ഇയാൾ ഇങ്ങനെ ഇതാക്കി തന്നാലോ ഇവരൊക്കെ അഴിമതിക്കാരാണ്. ഇവർക്കൊക്കെ ഒരേ ചീത്തപ്പേരല്ലേ വേണ്ടത്. എന്നാൽ ചീത്തപ്പേര് ആർക്ക് മാത്രം ഉണ്ടായത്, ജയരാജന് മാത്രം. പിണറായിക്ക് ചീത്തപ്പേരുണ്ട്, ശൈലജ ടീച്ചർക്കുണ്ട്, കോലിയക്കോട് കൃഷ്ണൻ നായർക്കുണ്ട്, ആനത്തോല, ഇവർക്കൊന്നും ചീത്തപ്പേരില്ല. എന്നാൽ ഈ ശ്രീമതി ടീച്ചർ എംപിസ്ഥാനം രാജിവെച്ച സ്വന്തം മോനക്കും മലർക്കും കൊടുത്തിട്ട് ഇല്ല, ചീത്തപ്പേരെല്ലാവർക്കും കൊണ്ടുവന്നിട്ട് ഈ സാധനം വഴിയാടാക്കി. മൂപ്പരപ്പം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഷഹീദായതാണ് എന്നാ സാധു പറയുകയും ചീത്തപ്പേരെല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് ആ സാധുവിനെ മാത്രമാണ് നിർത്തിയത്. അതേതുപോലെ മമ്മൂട്ടി സാഹിബ്, ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഒരു ചെക്കനൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ്, അവൻ്റെ പേര് ഗോപിന്നാണ്. ഓനെപ്പോഴും എല്ലാവരും ഞങ്ങളൊക്കെ വിളിക്കുക ഉടുമ്പ് ഗോപിന്നാണ്. ഉടുമ്പ് ഗോപിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവനക്ക് ഭയങ്കര ചൂടാവില്ലേ. അപ്പോൾ മാഷോട് പറഞ്ഞു, സാറേ ഇന്ന് എല്ലാവരും കൂടി ഉടുമ്പ് ഗോപിന്ന് വിളിക്കുകയാണെന്ന്. അപ്പോൾ മാഷ് പറഞ്ഞു, ഓൾ സ്റ്റാൻഡപ്പ്, ഇനി ഗോപിനാരും ഉടുമ്പ് ഗോപിന്ന് വിളിക്കരുത്, അവനാൻ്റെ തന്തിയും തള്ളിയിട്ട പേരല്ലാതെ വേറൊരു പേര് ഇവിടുന്ന് കേൾക്കാൻ പാടില്ല, അതുകൊണ്ട് ഇനി ആരും വിളിക്കരുതിട്ടാണ്. ഓൻ പറഞ്ഞു, സാർ പണ്ട് തിരിഞ്ഞപ്പോൾ തന്നെ വിളിക്കൽ തുടങ്ങും. മാഷ് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, വേണ്ട എനിക്ക് പോകണം, വേറെ ഒരു കാര്യം ചെയ്യും. ആരടാ ഇവനെ ഈ ഉടുമ്പ് ഗോപിന്ന് വിളിക്കണമെന്ന് ഗോപിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഗോപി പറയണേ, അത് ഈ കീരിവാസും മറ്റേ കരടി മോഹനുണ്ട്, അപ്പോൾ ഒരുക്കൊണ്ട് ചീത്തപ്പേര് ഭയങ്കര സംഭവം. നമ്മൾ നാല് ചോദ്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എന്നിട്ടിപ്പോൾ ഈ സംഭവം ഒക്കെ നടന്നിട്ടും കുരുക്കില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. ഇവർ ജയിക്കാൻ വേണ്ടി പിന്തുണച്ചവരൊന്നും ഈ വിവരമില്ല. ഇതൊക്കെ നടക്കുമ്പോഴും മിണ്ടാതിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ INL അതിൻ്റെ അത്ര സ്ഥിതി എന്താ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഈ ഗവൺമെൻറ് വരാൻ വേണ്ടി അധ്വാനിച്ചവരാണ്, കോഴിക്കോട് മത്സരിച്ചതാണ്. അവരിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ അതിന് രാജിവെച്ച ഒരാളെ കഴിഞ്ഞ ദിവസം തിരുനാവായ ഭാഗത്ത് വെച്ച് കണ്ടു. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ പാർട്ടിയിലില്ല INL? ഞാനില്ല. എന്ത് നിങ്ങളതിന് പോകുന്നു? ഞാൻ എങ്ങനെ പോരാതിരിക്കുക? INL ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് ഓർമ്മ ഉണ്ടോ ചോദിച്ചു. ബാബരി മസ്ജിദ് പൊളിഞ്ഞതിൻ്റെ പിറ്റത്തെ ആഴ്ച ഡിസംബർ 6-നാണല്ലോ, 92 ഡിസംബർ 6 പിറ്റത്തെ ആഴ്ചയാണ് INL ഉണ്ടാക്കിയത്. നിർദ്ദങ്ങളതിൽ പോകുന്നതെന്ന് ഒന്നല്ല, അന്ന് എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായ എൻ്റെ ഭാര്യ പെറ്റ കുട്ടീനെ
ഞാൻ LKG ചേർത്ത്, UKG ചേർത്ത്, LP ചേർത്ത്. എന്നിട്ട് ആ കുട്ടി ഇപ്പോൾ +1 +2 പാസ്സായിട്ട് ഞാൻ കോളേജിൽ ചേർത്തു. അന്ന് ഉണ്ടാക്കിയ INL എപ്പോഴും ഇടതു മുന്നണിയിൽ ചേർത്തിട്ടില്ല. ഞാൻ അതേ തോന്നലാണ്. അപ്പം ഞാൻ ഇനി ബാക്കിയുള്ളവരെ കാര്യം എന്തോ ചോദിച്ചു. ബാക്കിയുള്ളവരൊക്കെ മുന്നണി വിടുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ആരെ? പിണറായിനെ ഭീഷണിപ്പെടുത്താൻ പോയതിൻ്റെ ഓർമ്മ ഉണ്ടാവുമല്ലോ. പോയി പണി നോക്കിയടാന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. പിണറായി എടുത്ത് പോയി INL ഭീഷണിപ്പെടുത്തി എങ്ങനെ ഉണ്ടാവും? അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ നാട്ടിലൊരു മഴമുട്ടിയാക്കാനെ മകൻ ഷമീറുണ്ടായൊരു ഭീഷണിപ്പെടുത്തൽ. എന്തായിരുന്നറിയോ? 5000 റുപ്യ ഇപ്പം മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ നാടാണ്ട് വിടും നാളെയാണ് ബാപ്പാനോട്. ബാപ്പ നിന്റെ കുട്ടി കടുങ്കൈ ഒന്നും ചെയ്യരുത്. എന്നാൽ 5000 റുപ്യക്ക് 5000 റുപ്യയുടെ വെച്ചിന്ന് പറഞ്ഞ് ബാപ്പാനൊരു മരിച്ച വരെ നിർത്താം. ബാപ്പ കാഞ്ഞ വളവനാ. ബാപ്പ രാവിലെ ചെക്കൻ പോകണുണ്ടോ നോക്കാൻ വേണ്ടി സുബൈക്ക് റൂമിൻ്റെ അടക്കനെ വന്നോട്ടി. ചെക്കൻ കുളിമുറിയിലാണ്. പറഞ്ഞ വയസ്സന്നെ ചെക്കൻ പോകാനുള്ള പുറപ്പാടാന്ന് മനസ്സിലായപ്പോൾ ചെക്കൻ ഷർട്ടൊക്കെ ഇസ്തിരിട്ടിട്ട് ഇങ്ങനെ പെട്ടിയിലടിച്ചിട്ടുണ്ട്. റെഡിയാക്കിയിട്ട് കണ്ടിട്ട് ചെക്കൻ ബാഗ് അവിടെ നിന്ന് കൊണ്ടുവച്ചു. ചായയൊക്കെ കുടിച്ചിട്ട് ചെക്കൻ യാത്ര പോകാൻ നിൽക്കുക. അപ്പൊ ബാപ്പ കാഞ്ഞ വളരെ മുട്ടിയാക്കാം. മൂപ്പരെന്ത് പറഞ്ഞേ? മൂപ്പര് നേരെ പോയി മേശയുടെ വലിപ്പുണ്ട് തുറന്ന്. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ കവറൊക്കെ എടുത്ത് ഉഷാറാക്കി നന്നായി ഒട്ടിച്ച് ലെവലാക്കിയിട്ട് ഇതൊക്കെ ആക്കിയിട്ട് മോൻ പോണതും കാത്തിട്ട് ഇങ്ങനെ വാദിച്ച് നിൽക്കുക. അപ്പോൾ ഓൻ പറഞ്ഞു ഉമ്മാനോട് ഞാൻ പോവുകയാണ്, ഇനി വേറെ വർത്താനൊന്നുമില്ല, ഞാൻ പറയാനുള്ളതൊക്കെ പെരേ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ആ വൈക്ക് തടുത്തിച്ചിട്ട് പറഞ്ഞില്ല, പാടെ കുട്ടിയുടെ കയ്യിലെത്തോളൂ, ഇത് വൈക്ക് പോവുകയല്ല, ഇത് കുട്ടി സ്ലിപ്പായത്, അതുകൊണ്ട് പിന്നെ ഒരു ഉപകാരത്തിൽ പോലും എന്നാന്ന് പറഞ്ഞപ്പോൾ ചെക്കൻക്ക് മനസ്സിലായി. അപ്പാ വിചാരിച്ച മാതിരില്ല, ക്ലിയർ നീക്കണം. ഓനത് ബാഗിൽ കെച്ചി ഇവൻ ഏതായാലും ജയിച്ചല്ല. അതിന് ബസ്സിനൊക്കെ കൈ കാണിച്ചിട്ട് ഓനത് കയറാൻ പോയിട്ട് 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇവൻ പൈസ കൊടുക്കാൻ വേണ്ടി കവറിൻ്റെ കീറി നോക്കുമ്പോൾ വലിയൊരു പേപ്പറാണ്. എന്താ സംഭവം എന്നറിയാം? ഇന്ത്യയുടെ മാപ്പാണ്. പാപ്പ കൊടുത്തതാണ്. ഉപകാരപ്പെടും, ബൈക്ക് സ്ലിപ്പായത്, വഴി കിട്ടാതെ ഇടങ്ങറായത്, എൻ്റെ കുട്ടി പോണോടത്തോളം പോയിക്കോന്നാണ്. INLൊക്കെ ഭീഷണിപ്പെടുത്താതാവുന്ന സ്ഥിതി. അതുകൊണ്ട് പൊന്നു മക്കളെ, ഇതൊക്കെയുള്ളൊരു പാർട്ടിയുണ്ട്, എൻ്റെ പൊന്നു പാണക്കാട്ടത്തങ്ങളെ ലീഗ്. ഈ ലീഗിനെ ശക്തിപ്പെടുത്തുക. നന്ദി. അസ്സലാമു നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മുഹമ്മദ്